അത് ചരിത്രം എന്നുള്ളത് പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ ദൈവം വിശേഷ കൃപ ഓർന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്ക ഒരു കൃപ അവരുടെ മേൽ ചൊരിയണമേ. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾ അറിയണം, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് നട്ഷൽ പറയാം. സെന്റ് തോമസ് AD 52 കേരളത്തിൽ വന്നു എന്നൊരു ഐതിഹ്യമാണ് നമുക്കുള്ളത്. അതിന് ചരിത്രപരമായ രേഖകളൊന്നും നമ്മുടെ കയ്യിലില്ല. യൂറോപ്യൻസും ഇന്ത്യയിലെ കത്തോലിക്കരും എഴുതിയിട്ടുള്ള ഇന്ത്യ ഭാരത സഭയുടെ ചരിത്രത്തിൽ സെന്റ് തോമസ് വന്നു എന്നതിനെ സമർത്ഥിക്കുവാൻ അവർ ശ്രമിക്കത്തില്ല. മാത്രമല്ല, യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സഭയ്ക്ക്, ഭാരത സഭയ്ക്ക് ഒരു അപ്പോസ്തലിക് പാരമ്പര്യം, സെന്റ് തോമസിന്റെ ഒരു പാരമ്പര്യം, ഒരു അപ്പോസ്തലിക് പാരമ്പര്യം ഉണ്ടെന്ന് അവർക്ക്, വെള്ളക്കാർക്ക് അംഗീകരിച്ചു തരാൻ ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻസിനെ പൗലോസിന്റെയും പത്രോസിന്റെയും ഒക്കെ പാരമ്പര്യം അവകാശപ്പെടുമ്പോൾ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായ തോമസിന്റെ ഒരു പാരമ്പര്യം ഇന്ത്യയിലെ, ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്കുണ്ടോ എന്ന് പറയുന്നത് അവർക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ ഭയങ്കര, പഴയ ഫ്യൂഡൽ മനസ്സിന് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ സെനാരിയെ പറഞ്ഞാൽ അവര് ബ്രാഹ്മണരാണെന്നൊരു തോന്നലും നമ്മൾ ഇന്ത്യക്കാരെല്ലാം ദളിതരാണെന്നൊരു തോന്നലുമാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ ആ ഒരു മനോഭാവം, ആ ഒരു ഫ്യൂഡൽ മാടമ്പി മനോഭാവം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു ഫ്യൂഡൽ മാടമ്പി മനോഭാവം ഇന്നും റേസിസം വെള്ളക്കാർക്കുണ്ട്. അതുകൊണ്ട് അവരുടെ ചരിത്രം, അവർക്ക് പാരമ്പര്യം ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ പാരമ്പര്യം ഉണ്ടെന്ന് അവർക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല. എന്നാൽ അതിനെ ബലപ്പെടുത്തുന്ന ഒത്തിരി നമ്മുടെ പാരമ്പര്യമായി നാം കൊണ്ടു നടക്കുന്ന ചില പാട്ടുകൾ, നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ, അത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ അത് മനസ്സിലാക്കും. ഭാരതസഭയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ, ലളിതമായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമുക്കൊരു യൂറോപ്യൻ സഭാ ചരിത്രമല്ല. നമുക്കുള്ളത് ഈസ്റ്റേൺ ചരിത്രമാണ്, കിഴക്കിന്റെ ചരിത്രമാണ്. അതായത് ഈ ഭാരതസഭയ്ക്ക് പ്രധാനമായും അന്ത്യോക്യയായിട്ട് അല്ലെങ്കിൽ പാർത്രിയാർക്കീസുമായിട്ടാണ് കൂടുതൽ പാരമ്പര്യം. അല്ലെങ്കിൽ ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, ഭാരത സഭയെന്ന് പറയുന്നത് പൊതുവെ ഒരു ഓർത്തഡോക്സ് പാർത്രിയാർക്കീസ്, ഓർത്തഡോക്സ് വിഭാഗം അല്ലെങ്കിൽ ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമെന്ന നിലയിലാണ് ഭാരതസഭയുടെ ചരിത്രം നിൽക്കുന്നത്. പ്രത്യേകിച്ച് സഭാ കൗൺസിലുകളിൽ 450-കളിലൊക്കെ കൂടിയ, എനിക്ക് തോന്നുന്നു FSS കൗൺസിൽ ആയിരിക്കണം, ആ കൗൺസിൽ വെച്ച് യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വത്തെ നിഷേധിക്കുന്ന തരത്തിൽ ചില ആർഗ്യുമെന്റ് വന്നപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് നടന്ന ആ തീരുമാനങ്ങളുടെ ഫലമായി നെസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായി. ആ നെസ്റ്റോറിയൻസിനെ അന്ന് സഭ പുറത്താക്കിയെങ്കിലും ഭാരത സഭയിലും ഇന്ത്യയുടെ ചരിത്രത്തിലും ചൈനയിലേക്കും ഒക്കെ വ്യാപിച്ചത് നെസ്റ്റോറിയൻ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു എന്ന ഒരു സങ്കല്പമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റി, അതുകൊണ്ടാണ് നമ്മളുടെ ക്രിസ്ത്യ പാരമ്പര്യത്തിൽ ഈ സുറിയാനി, ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, സിറിയക് ഭാഷ, ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുടെ ആരാധനയിൽ ഉപയോഗിക്കുന്ന ഭാഷ സുറിയാനി ഭാഷയായിരുന്നു. ഏത് ഭാഷയായിരുന്നു? നിങ്ങൾ ഇടയ്ക്കൊക്കെ അൺമ്യൂട്ട് ചെയ്തൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ ആറ് മുഷിപ്പാണ്, ഇത് ഹിസ്റ്ററിയാണ്. സുറിയാനി ഭാഷ എന്ന് പറയുന്നതാണ് കേരളത്തിലെ, ഇന്ത്യയിലെ ക്രിസ്തീയ സഭയുടെ പാരമ്പര്യമായി ആരാധനക്രമത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ. അപ്പൊ ആ സുറിയാനി ഭാഷ സംസാരിക്കുന്ന ഒരു നിലയിലും സുറിയാനി ആരാധനക്രമം ഒക്കെ ഉള്ള നിലയിൽ നമുക്ക് ഈസ്റ്റേൺ, കിഴക്കിന്റെ സഭയുമായിട്ടാണ് നമ്മുടെ പാരമ്പര്യവും ബന്ധവും മൊത്തം. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആ ഒരു പാരമ്പര്യം നിൽക്കുമ്പോൾ അങ്ങനെ നമുക്കിവിടെ അന്ത്യോക്യൻ പാത്രിയാർക്കീസുമായിട്ടൊരു കണക്ഷൻ വന്നു. അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് ഇവിടെ വന്നു. അങ്ങനെ ഇവിടെയായിട്ട് ബന്ധമുണ്ടായി. ഇവിടെയുള്ള ചിലർ അവിടെ പോയി കൈവപ്പ് മേടിച്ചു, അവിടുന്ന് ചിലർ ഇവിടെ കൈവപ്പ് കൊടുത്തു. അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് പോകുന്ന ഒരു തലമായിരുന്നു ഭാരത ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനെ കണ്ണുമടച്ച് നിഷേധിക്കുവാൻ ആർക്കും പറ്റില്ല. അങ്ങനെ പുരുഷ സഭയായിട്ടുള്ള ബന്ധത്തെ പ്രതികരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് സുറിയാനി ഭാഷ, പിന്നെ കുടിയേറ്റങ്ങൾ, പിന്നെ കനാനായത്തോമന്റെ നേതൃത്വത്തിൽ വന്നൊരു കുടിയേറ്റം, അങ്ങനെ പല ഭക്തിഗാനങ്ങൾ സുറിയാനി, അങ്ങനെ ഇന്ത്യൻ സഭയുടെ പേർഷ്യൻ ബന്ധം നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് അത് സമർത്ഥിക്കുവാൻ ഏതാണ്ട് ഒരു പത്തോളം തെളിവുകൾ
നമുക്ക് ഉന്നയിക്കുവാൻ കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യത്തെ സഭാ കൗൺസിൽ 325 നൈസ്യ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുമ്പോൾ അവിടെ നൈസ്യ വിശ്വാസ പ്രമാണം ഒപ്പുവെച്ച ബിഷപ്പുമാരും 316 മറ്റു പേരുണ്ടായിരുന്നു. അതൊരാൾ ഇന്ത്യൻ വംശജനായിരുന്നു എന്ന് തെളിയിക്കുന്ന, ആ പേരുകൊണ്ട് തെളിയിക്കുന്ന ചില തെളിവുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ക്രിസ്തീയ സഭ ഉണ്ടായി വന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതിന് നിശ്ചയിക്കാൻ പറ്റുന്നില്ല. അതിന് ചിലപ്പോൾ ചരിത്രപരമായ തെളിവുകൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇനി പോർച്ചുഗീസുകാരുടെ വരവ് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കി. എങ്ങനെയാണ് ചരിത്രപരമായ തെളിവുകൾ നഷ്ടപ്പെട്ടു പോയതെന്നുള്ളതിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ തെളിവുകളിൽ ഒന്ന് ഞാൻ ലളിതമായി പറയിപ്പം ഇടയ്ക്ക് പറയാം. ഈ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം അവർ വന്നപ്പോൾ കേരള തീരത്തൊക്കെ മലബാർ തീരത്തൊക്കെ ക്രിസ്തീയ സഭകളും പള്ളികളും കണ്ടു. അങ്ങനെ കുരിശും പള്ളിയൊക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ ക്രിസ്ത്യാനികളുണ്ടെന്ന്. അപ്പൊ പിന്നെ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന പോർച്ചുഗീസുകാർക്കും പ്രത്യേകിച്ച് സ്പെയിൻകാർ ഇവിടെ അധികം വന്നില്ല. ഇവിടെ പോർച്ചുഗീസുകാർ വന്നു. സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കപ്പൽ വഴി യാത്ര ചെയ്തപ്പോൾ അവർ ലാറ്റിൻ അമേരിക്കയിൽ എത്തിയപ്പോൾ സംഭവിച്ച എന്താന്ന് ചോദിച്ചാൽ അവർക്ക് പോളിസി രണ്ടായിരുന്നു. ഒന്ന്, ചെല്ലുന്ന രാജ്യത്ത് ബിസിനസ് ചെയ്യുക, രാജ്യത്തിന് വേണ്ടി സമ്പത്തുണ്ടാക്കുക. അതൊരു വശത്ത് നിൽക്കുമ്പോൾ രണ്ടാമത് അവർക്കൊരു ഭയങ്കര ലക്ഷ്യമുണ്ടായിരുന്നു. പോകുന്ന സ്ഥലത്തെല്ലാം ആളുകളെ ക്രിസ്ത്യാനികളാക്കി കത്തോലിക്ക പോപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവരണം. കത്തോലിക്ക ക്രിസ്ത്യാനികളാക്കണം. അങ്ങനെ കത്തോലിക്ക ക്രിസ്ത്യാനികളാക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ പ്രത്യേകിച്ച് സ്പെയിനും പോർച്ചുഗലും അവർ രണ്ടുപേരും രൂഢമൂലമായ ആഴത്തിലുള്ള കത്തോലിക്ക വിശ്വാസമുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലാറ്റിൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചരിത്രം ഇനി ലാറ്റിൻ അമേരിക്കയിലെ ക്രിസ്ത്യസഭയുടെ ചരിത്രം പഠിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വന്നിട്ട് സാരം ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഇന്ത്യയിൽ അന്ന് ശക്തി പ്രാപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ, ഇംഗ്ലണ്ടാണ് ഇന്ത്യ മുഴുവൻ കീഴടക്കിയെങ്കിലും പോർച്ചുഗീസുകാർക്ക് അവിടെ ഇവിടെയായി ചില പോക്കറ്റുകളുണ്ട്. പോർച്ചുഗീസുകാരുടെ വരവാണെന്നുള്ള നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാണ് അധികാരം സ്ഥാപിച്ചെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ക്രിസ്ത്യാനിത്വം മൈനോറിറ്റി ആയി പോയത്. കാരണം അവർക്ക് ബിസിനസ് ആയിരുന്നു പ്രധാനമായിട്ടും. മിഷണറിമാർ ഇവിടെ വരാൻ അവർ സമ്മതിക്കത്തില്ലായിരുന്നു. സുവിശേഷ പ്രവർത്തകർ ഇവർ കേട്ടില്ലായിരുന്നു. ഇവിടുത്തെ മതപരമായ ചെട്ടുവട്ടങ്ങളെ സ്പർശിക്കേണ്ട, അത് അതേപടി തുറന്നുകൊള്ളട്ടെ, നമുക്ക് പരമാവധി ചൂഷണം ചെയ്ത് ബിസിനസ് ചെയ്ത് രാജ്യ താല്പര്യം പ്രാധാന്യം കൊടുത്ത് സമ്പത്തുണ്ടാക്കാമെന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചത്. അതുകൊണ്ട് മിഷണറിമാരെ അവർ എന്റർടൈൻ ചെയ്യത്തില്ലായിരുന്നു. ഇപ്പൊ സ്കോട്ടിഷ് മിഷണറി ആയ നമ്മുടെ വില്യം കേരി പോലും ഇന്ത്യയിലേക്ക് വന്നത് ഒരു സ്കോട്ടിഷ് മിഷന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ സ്കോട്ടിഷ് കപ്പലിലാണ് ഇന്ത്യ വന്നതാണ്. ബ്രിട്ടീഷുകാർ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇവിടെ മിഷന്മാർ തരാൻ സമ്മതിക്കാത്തൊരു കാലം 1799 ആണെന്ന് തോന്നുന്നു. അന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടുവന്നിട്ട് അവസാനം മിഷന്മാർ പോരട്ടെ എന്നുള്ള ഒരു തീരുമാനം പാർലമെന്റ് എടുത്തിട്ട് 830കളിൽ 820കളിലാണ് ഇന്ത്യയിൽ മിഷന്മാർ വരാൻ ഒക്കെ തുടങ്ങിയത്. അതിനു മുമ്പ് അവർ സമ്മതിക്കത്തില്ല. എന്നാൽ പോർച്ചുഗീസുകാർ അങ്ങനെയല്ലായിരുന്നു. പോർച്ചുഗീസുകാർക്ക് രണ്ട് ദൗത്യം ഉണ്ടായിരുന്നു. അവരെവിടെ പോയാലും രാജ്യത്ത് ബിസിനസ് ചെയ്ത് സമ്പത്തുണ്ടാക്കി രാജാവിന് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ പോപ്പിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്ത്യാനികളാക്കി പോപ്പിന്റെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവർക്ക് ഉണ്ടായതുകൊണ്ട് അവർ വ്യാപകമായ പ്രവർത്തനം നടത്തി. അതാണ് ഇന്ന് ഗോവയിൽ ഇത്രയും ക്രിസ്ത്യാനികളുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും. ഗോവ ആരുടെ കയ്യിലായിരുന്നു? പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ അവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ അവിടെ ഇന്നും ഒരു സീസബിൾ നമ്പർ ഓഫ് ക്രിസ്ത്യൻസ് ഗോവയിലുള്ളതിന്റെ പ്രധാന കാരണം അതാണെന്ന് നിങ്ങൾ ചരിത്രപരമായി തിരിച്ചറിയണം. ഇങ്ങനെ ഗോവ അവരധീശപ്പെടുത്തിയിട്ട് അങ്ങനെ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോ പോർച്ചുഗീസുകാരായ പട്ടാളക്കാർക്ക് അവർക്ക് ശുശ്രൂഷകൾക്കായി ചാപ്ലയിനെ അയക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്കറിയാം, എവിടെങ്കിലും ഒരു ക്രിസ്ത്യ സമൂഹം ഉണ്ടെങ്കിൽ
ഇപ്പം നമ്മൾ ഗൾഫിലൊക്കെയുള്ള നമ്മുടെ സഭകളിലേക്ക് ചില സഭകൾ IPC അസംബ്ലീസോട്, ചർച്ച് കോഡ് ഷാരോൺ മുതലായ സഭകൾ, പഴയ മെയിൻ ലൈൻ പെൻഡക്കോസ് ചർച്ചസ്, അവിടെയൊക്കെ സഭകൾ, ഗൾഫിലോ അമേരിക്കയിലോ ഒക്കെ സഭകൾ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള വിശ്വാസികൾ, ഞങ്ങൾ ഇവിടെ ഒരു കൂട്ടായ്മ തുടങ്ങി, ഞങ്ങൾക്ക് നാട്ടിൽ നിന്നൊരു പാസ്റ്ററെ ശുശ്രൂഷയ്ക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞ് ഗൾഫിലുള്ള ഇൻഡിപെൻഡന്റ് സഭകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് മെയിൻ ലൈൻ പെൻഡക്കോസ് ചർച്ചുകളൊക്കെ നാട്ടിൽ നിന്ന് അയച്ച പാസ്റ്റർമാർ വന്നത് നിങ്ങൾക്കറിയാം. ഷാർജയിലുണ്ട്, ദുബായിലുണ്ട്, കുവൈറ്റിലുണ്ട്, സൗദിയിൽ ഒരുപക്ഷെ ഔദ്യോഗിക സഭകൾ ഇല്ലെങ്കിൽ പോലും അമേരിക്കയിലും ഒക്കെ യൂറോപ്പിലുമൊക്കെ അങ്ങനെ സഭ തന്നെ അയച്ച ആളുകളുണ്ട്. എന്നതുപോലെ ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ പോർച്ചുഗീസുകാരായ പട്ടാളക്കാർക്കും അവരുടെ സിൽബന്ധികൾക്കും കുടുംബങ്ങൾക്കും അവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് അവരെ ചുക്കാൻ പിടിക്കാനും അവരെ സഹായിക്കുവാനുമായി ചാപ്ലെയിൻസിനെ അയക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ചാപ്ലെയിൻസ് വന്ന പ്രാർത്ഥന അവർക്ക് വേണ്ട ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുകയും അവർ ക്രമേണ ഇവിടെ സുവിശേഷ പ്രവർത്തനം നടത്തുകയും ചെയ്തു. അങ്ങനെ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ്, ഗോവയിൽ നടത്തുമ്പോഴാണ് അവർ കേരള തീരത്ത് വന്നപ്പോൾ അവർ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. കേരള തീരത്ത് എന്തുണ്ട്? ക്രിസ്തീയ സഭകളുണ്ടെന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായേ, ഞങ്ങൾ യൂറോപ്യൻസ്, ഞങ്ങളാണ് വെള്ളക്കാര്, ഞങ്ങളെ കൂടാതെ ഞങ്ങൾ അറിയാതെ ഇവിടെ ക്രിസ്ത്യാനികളോ? അപ്പൊ പിന്നെ അവരുടെ മനസ്സിലെ ആഗ്രഹം ഈ ക്രിസ്ത്യാനികളെ മുഴുവൻ ആരുടെ കീഴിൽ കൊണ്ടുവരണം? പോപ്പിന്റെ. അപ്പൊ നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നെന്ന് അറിയാനാ ഞാൻ ഇങ്ങനെ നിർത്തിയത്. നിങ്ങൾ എന്റെ കൂടെ വരുന്നോന്ന് അറിയാനാ. പോപ്പിന്റെ കീഴിൽ കൊണ്ടുവരണം. അങ്ങനെ പോപ്പിന്റെ കീഴിൽ കൊണ്ടുവരാൻ, ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം, പോപ്പിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ അവരൊരു ഒരു 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 നീക്കം നടത്തി. അത് ഞാൻ വിശദീകരിച്ച് പിന്നെ പറയാം. ആ നീക്കത്തിന്റെ ഫലമായി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്, അവർ ഈ കേരള തീരത്തെ പള്ളികൾ പിടിച്ചെടുക്കുന്ന സംഭവം ഉണ്ടായി. പ്രത്യേകിച്ച് പോർച്ചുഗീസുകാര് ഗോവയിൽ ഭരിക്കുകയാണ്. അവർക്ക് പട്ടാളക്കാരുണ്ട്, അവർക്ക് അവിടെ ഭരണാധികാരികളുണ്ട്, ഗവർണേഴ്സ് ഉണ്ട്, ആൽബുക്കർക്ക് അതുപോലുള്ള ആളുകളൊക്കെ. അവർ വന്നപ്പോൾ അവര് ഒരു 10,000-2000 പട്ടാളക്കാരുമായിട്ട് തന്നെ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. വന്നിട്ട് ഈ കേരളത്തിരത്തുള്ള പള്ളികളൊക്കെ എന്ത് ചെയ്തു? അവർ പിടിച്ചടക്കി. അത് സത്യമാണ്. പിടിച്ചടക്കുക മാത്രമല്ല, ഈ കേരളത്തിലുണ്ടായിരുന്ന കേരളത്തിന്റെ തീരത്തുണ്ടായിരുന്ന ക്രിസ്തീയ കൂട്ടായ്മകളിൽ, അല്ലെ കേരളത്തിലുണ്ടായിരുന്ന ഈ ക്രിസ്തീയ കൂട്ടായ്മകളിൽ പലയിടത്തും അവരെല്ലാം സ്വയം സന്ധാരണ സഭകളായിരുന്നു. വലിയ ഡയോസിസുകൾ പോലെ ഒറ്റ സഭകൾ തന്നെ 10,000, 500, 1000, 2000 വിശ്വാസികളുള്ള, അന്നത്തെ കാലത്ത് വിശ്വാസികളുള്ള സഭകളായിരുന്നു. ഈ സഭകളൊക്കെ അത് ഉണ്ടായ കാലം മുതലുള്ള ചരിത്രങ്ങളൊക്കെ അവര് താളിയോലകളിലും മറ്റും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെ വന്നു, അവരുടെ ചരിത്രങ്ങളൊക്കെ. ഇവർ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ പള്ളികളൊക്കെ പിടിച്ചടക്കിയപ്പോൾ ഈ പള്ളികളിലിരുന്ന, പള്ളികളുടെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളും ലിഖിതങ്ങളും താളിയോല ഗ്രന്ഥങ്ങളും എല്ലാം കുറെയെല്ലാം വാരിയിട്ട് ചുട്ടുകളഞ്ഞു. എന്നിട്ട് കുറെയെല്ലാം അവർ പോപ്പിൽ റോമിലേക്ക് കടത്തിക്കൊണ്ടുപോയി. കാരണം അതൊക്കെ ഇന്ന് സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽസിന്റെ ആർക്കൈവ്സിൽ കുറെയൊക്കെ ഉണ്ട്. ഇവിടെ അത് ഞങ്ങൾക്ക് കേരള സഭയുടെ ചരിത്രം അറിയാൻ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം, ഞങ്ങൾക്ക് അതൊന്ന് അറിയണം എന്ന് ഇവിടുത്തെ ഇപ്പൊ കത്തോലിക്കരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ട് പോലും അവരത് അംഗീകരിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന ചരിത്രപരമായ രേഖകളൊക്കെ ആ പഹയന്മാരെന്ത് ചെയ്തു? ചുട്ടുകളഞ്ഞു. കുറെയൊക്കെ റോമിലേക്കുണ്ട്. അങ്ങനെയാണ് സത്യത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മൾ പറയുന്ന തോമസ് ലീഗ വന്നു എന്ന് പറയുന്നതും അത്തരത്തിൽ സഭകൾ ആരംഭിച്ച ചരിത്രപരമായ രേഖകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? ക്യാമറകളൊക്കെ നോൺ ചെയ്താട്ടെ, ഞാൻ പറയുന്ന പോലെ മനസ്സിലാകുന്നു? ഓക്കെ, ഇതാണ് ആ ഒരു ചരിത്രം. ഇനി അങ്ങനെയാണ് കേരളത്തിൽ ഈ കത്തോലിക്ക പ്രബലരാകാത്ത കഴിഞ്ഞത്. കേരളത്തിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 3 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞായിരുന്നോ അത്? കേരളത്തിലെ കത്തോലിക്ക സഭയിൽ 3 വിങ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാമോ? മലങ്കര, റോമൻ, ലത്തീൻ. സർമാന റോമൻ കത്തോലിക്കരെ, ലത്തീൻ കത്തോലിക്കർ. മലങ്കര കത്തോലിക്കരെ, റോമൻ കത്തോലിക്കരെ, ലത്തീൻ കത്തോലിക്കർ. ശ്രദ്ധിക്കൂ, ഒറ്റ വാക്കിൽ അതിനും പറയാം. മലങ്കര കത്തോലിക്കർ എന്ന് പറയുന്നത് അത് അവസാനം പറയാം. റോമൻ കത്തോലിക്കർ എന്ന് പറയുന്നത് അവർ പറയുന്നു ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കത്തോലിക്കരാണ്. അതൊരു സത്യമല്ല. കത്തോലിക്കർ ഇവിടെ പാരമ്പര്യമായിട്ട് ഉണ്ടായെന്ന് പറയുന്നതെല്ലാം ഈ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം പിടിച്ചെടുത്ത പള്ളികളിൽ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ പിടിച്ച് കത്തോലിക്കരാക്കിയതാണ്. പാരമ്പര്യമായി ഇവിടെ വടക്കൻ കേരളത്തിൽ കത്തോലിക്കർ ഉണ്ടായിരുന്നു പറയുന്നതിന് ചരിത്രപരമായ തെളിവുകളില്ല. അത് ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, പക്ഷെ കത്തോലിക്കരാണെന്ന് പറയാറുണ്ട്. പക്ഷെ അവരങ്ങനെയാണ് വാദിക്കുന്നത്, ഞങ്ങൾ റോമൻ കത്തോലിക്കർ, ഞങ്ങളാണ് ഇവിടുത്തെ പാരമ്പര്യമായ കത്തോലിക്കർ. അത് പിടികിട്ടിയോ? രണ്ടാമത്തെ കത്തോലിക്കർ എന്ന് പറയുന്നത് മലങ്കര കത്തോലിക്കരാണ്.
മലങ്കര കത്തോലിക്കരെന്ന് ഇവിടെ പാരമ്പര്യമായിട്ടാണ്ടായിരുന്ന ഓർത്തഡോക്സ് വിങ് ഇങ്ങനെ കരുത്തരായി അവർ ശക്തരായി തന്നെ തുടരുകയായിരുന്നു. കത്തോലിക്കരോട് വെല്ലുവിളിച്ച് അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇനിയുള്ള ഭാഗത്ത്. വെല്ലുവിളിച്ച് അവരുടെ പിടിച്ചു നിന്നെങ്കിലും കാലം കുറെ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഓർത്തഡോക്സ് അല്ലെങ്കിൽ മലങ്കര ക്രിസ്ത്യൻ സഭയിൽ ഒരു വലിയ ഡിവിഷൻ ഉണ്ടായി. ആ ഡിവിഷൻ എന്ന് പറയുന്നത് മെത്രാൻ കക്ഷിയും ബാബാ കക്ഷിയും. ഏതാണ് മെത്രാൻ കക്ഷിയും ബാബാ കക്ഷി? എന്ന് പറഞ്ഞാൽ നമുക്ക് ലളിതമായി പറഞ്ഞ ഓർത്തഡോക്സ് വിഭാഗവും പാർത്തിരാക്കിസ് വിഭാഗവും. മെത്രാൻ കക്ഷി എന്ന് പറയുന്ന ഓർത്തഡോക്സ് വിഭാഗമാണ്. ബാബാ കക്ഷി എന്ന് പറയുന്നത് ഏതാണ്? പാർത്തിരാക്കിസ് ആണ്. ഈ രണ്ട് വിഭാഗങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട്. ഇന്നും കേസുകൾ നടക്കുന്നു. കഴിഞ്ഞ 100-ലധികം വർഷമായി അവരെന്ത് ചെയ്യാണ്? 1906-8 വട്ടിപ്പണ കേസ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ ഇതിനകത്ത് വരുമ്പോൾ ഞാനത് പറയാം. ഇനി വരുന്ന ഭാഗത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ഈ എന്താ ലളിതമായി പറഞ്ഞാൽ പാർത്തിരാക്കിസ് ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലടിയായി ഇന്നും കേസ് നടക്കുകയാണല്ലോ. പല പള്ളികളും ഈ കോതമംഗലത്തെ ചെറിയ പള്ളിയൊക്കെ ഓർത്തഡോക്സുകാർ പിടിച്ചെടുത്തു. സുപ്രീം കോടതിയിൽ കേസ് നടത്തി. സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായത്തിന്റെ ചുവട് പിടിച്ച് ഇവിടുത്തെ പാർത്തിരാക്കിസ് പള്ളികളെല്ലാം ആര് പിടിച്ചടക്കുകയാണ്? ഓർത്തഡോക്സുകാർ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഇപ്പൊ അടുത്ത ഒരു വഴക്കുണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ ഈ മണർകാട് പള്ളിയെ കുറിച്ചാണ്. മണർകാട് പള്ളി കേരളത്തിലെ പാർത്തിരാക്കിസാരുടെ ഏറ്റവും വലിയ കൂട്ടമാണ്. അവർക്ക് ഏറ്റവും വലിയ വരുമാനമുള്ള പള്ളിയാണ്. ആ പള്ളി കൂടെ കൈക്കലാക്കാൻ ഓർത്തഡോക്സുകാർ ഭയങ്കര ശ്രമം നടത്തുകയാണ്. ആ വഴക്ക് നടന്നുകൊണ്ടിരിക്കും. ഈ വഴക്ക് ഇന്നലെയും തുടങ്ങിയതല്ല, 100 വർഷത്തിലേറെയായി വഴക്ക് തുടങ്ങാൻ. ഇങ്ങനെ വഴക്കും കേസും ഗുസ്തിയൊക്കെയായി ഈ ഓർത്തഡോക്സുകാരും പാർത്തിരാക്കിസും തമ്മിൽ അടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാർ ഇവാനിയസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു അന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ ക്രിസ്ത്യ വിഭാഗത്തിൽ. അയാൾ എന്ത് ചെയ്തു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അടികൂടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ ഡയസിസിൽ എൻ്റെ കൂടെയുള്ള പുരോഹിതന്മാരെല്ലാം കൂടെ അങ്ങ് കത്തോലിക്ക സഭയിലോട്ട് പോകുകയാണെന്ന്. ഞങ്ങൾ 1937 മറ്റാണെന്ന് എൻ്റെ ഓർമ്മ. 1937 അവരെല്ലാം കൂടെ എങ്ങോട്ട് പോയി? കത്തോലിക്ക സഭയിലേക്ക് പോയി. അങ്ങനെ കത്തോലിക്ക സഭയിലേക്ക് അവർ തിരിച്ചു ചെന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ കേരളത്തിലെ ക്രൈസ്തവരുടെ ആരാധനക്രമം സുറിയാനി ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ്? സുറിയാനി ഭാഷയിലാണ്. അതുകൊണ്ട് ആ സുറിയാനി ഭാഷയിലുള്ള ആരാധനക്രമം നിലനിർത്തുവാൻ നിങ്ങൾ അനുവദിക്കണം എന്ന് കത്തോലിക്കർക്ക് മുമ്പിൽ ഒരു അപേക്ഷ വെച്ചു. ആ അപേക്ഷ അവർ സ്വീകരിച്ചു. അതുകൊണ്ട് കേരളത്തിൽ കത്തോലിക്ക സഭയിലേക്ക് ചെന്നതായ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് മലങ്കര കത്തോലിക്കർ എന്ന പേരായി. അതുകൊണ്ടാണ് മലങ്കര സുറിയാനി കത്തോലിക്കർന്നോ മലങ്കര ക്രിസ്തീയ സമൂഹം എന്നോ അല്ലെ മലങ്കര സുറിയാനി കത്തോലിക്കർന്നോ അല്ലെ മലങ്കര കത്തോലിക്ക സുറിയാനി എന്നൊക്കെ ഈ സുറിയാനി എന്നുള്ള വാക്ക് അവർ ചേർക്കുന്നത്. ചുരുക്കത്തിൽ അങ്ങനെ മാറിവാൻസ് പോയത് ഗുണമായി എന്ന് ചോദിച്ച ഗുണമായ അയാളുടെ പേരിൽ ഒത്തിരിയും പള്ളികളും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും, നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ ചെന്ന മാറിവാനിസ് കോളേജും ആ ക്യാമ്പസും ഒക്കെ കണ്ടാൽ ഞെട്ടിപ്പോവും. അപ്പൊ അങ്ങനെ മാറിവാനിസ് നേരത്തെ 1936-37 കാലങ്ങളിൽ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ 1937, ഇവർ തിരിച്ചുപോയി. അവര് തിരിച്ചുപോയിട്ട് അങ്ങനെ ഉണ്ടായ വിഭാഗമാണ് ഏത് വിഭാഗം? മലങ്കര. അവരെയാണ് നമ്മള് പെറ്റ് നെയിം റീത്തുകാരെന്ന് വിളിക്കുന്നത്. ഏതാണ് റീത്ത് എന്ന് പറയുന്നത്? മലയാളത്തിൽ ഒരു പ്രയോഗമാണ്. റീത്ത് എന്നല്ല, RITE, റൈറ്റ്. ഒരാചാരം, ചടങ്ങ്. RITE, റൈറ്റ്. അതായത് ആചാരം എന്ന അർത്ഥത്തിലാണ് ആ വാക്കുള്ളത്. അതിനെ നമ്മൾ മലയാളീകരിച്ച് റീത്ത് എന്നാക്കിയതാണ്. അല്ലാതെ ഇത് ശവശരീരത്തിൽ നിന്ന് വെക്കുന്ന റീത്തൊന്നും അല്ല. ഓക്കെ, ഇത് RITE, റൈറ്റ് ആണ്. ശവശരീരത്തിൽ വെക്കുന്ന റീത്തിന് എന്താ WRIT എന്നങ്ങാണ്ട അതിന്റെ സ്പെല്ലിംഗ് എന്തോ. ഓക്കെ, അത്രേ കാര്യം മനസ്സിലായോ? നമ്മൾ ഈ നോട്ട്സിനനുസരിച്ച് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പോർച്ചുഗീസുകാരുടെ ആഗമനത്തെ കുറിച്ച് വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കത്തോലിക്കരുടെ ചരിത്രം പറയായിരുന്നു. ഇങ്ങനെ കത്തോലിക്കരുടെ വേറൊരു ഗ്രൂപ്പ് കൂടെ കേരളത്തിലുണ്ട്. അവരുടെ പേര്, കേരളത്തിലല്ലേ ഇന്ത്യ മൊത്തം, ആ ഗ്രൂപ്പിന്റെ പേരാണ് ലത്തീൻ കത്തോലിക്ക. ലത്തീൻ കത്തോലിക്കർ എന്ന് പറയുമ്പോൾ റോമൻ കത്തോലിക്കർ ലത്തീൻ കത്തോലിക്കർ എന്ത് വ്യത്യാസം? ആരാധനക്രമമൊക്കെ ലത്തീൻ ഭാഷയിലാണ്. സത്യത്തിൽ ലത്തീൻ കത്തോലിക്കർ കേരളത്തിലെ ഒരു ക്രിസ്തീയ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഒരു ട്രഡീഷണൽ ക്രിസ്തീയ സമൂഹത്തിന് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ആർക്ക് മാത്രമേ ഉള്ളൂ? ലത്തീൻ കത്തോലിക്കർ. എന്താണ് ഈ ലത്തീൻ കത്തോലിക്കർ റിസർവേഷൻ കിട്ടുക? അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ലത്തീൻ കത്തോലിക്കർ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗത്തുണ്ട്. നിങ്ങൾ ആരോ പറഞ്ഞല്ലോ അടുത്ത ഫ്രാൻസിസ് സേവിയർ ആണ്. ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലേക്ക് വന്നൊരു മിഷണറിയാണ്.
പോർച്ചുഗീസുകാരുടെ കാലത്ത് ഗോവയിലേക്ക് വന്നു. അയാൾ മിഷണറി പ്രവർത്തനം നടത്തി. ആ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് പറയാം, ഒറ്റവാക്കി പറയട്ടെ. അയാൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തി കേരള തീരങ്ങളിലൊക്കെ വന്ന് അരയ സമുദായത്തിൽ, കടൽ തീരത്തുണ്ടായിരുന്ന മുക്കുവ സമുദായത്തിൽപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ എന്ത് ചെയ്തു? ക്രിസ്ത്യാനികളാക്കി. ഒരു ദിവസം 1000 പേരെയൊക്കെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ 1000 പേരെ സ്നാനപ്പെടുത്തി ഈ മനുഷ്യൻ കടലിലിറക്കി മുക്കാൻ പറ്റും? ഒക്കത്തില്ല. ചെയ്തെന്താന്ന് അറിയാമോ? എല്ലാവരുടെ മേലെ ഇങ്ങനെ വെള്ളം വാരി കുടയുകയായിരുന്നു. നമ്മൾ ഈ തൂപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് കുടയുന്നത് പോലെ വെള്ളം കുടഞ്ഞ് എല്ലാവരെയും ക്രൈസ്തവീകരിച്ച് അവരെയെല്ലാം ഈ അരയ സമുദായത്തിലും മുക്ക സമുദായത്തിലും ഉണ്ടായിരുന്ന അനേകരെ ക്രിസ്ത്യാനികളാക്കി. അവരുടെ ആരാധനക്രമം ലത്തീൻ ക്രമമാണ്. ആ ക്രിസ്ത്യാനികളെയാണ് എന്ത് വിളിക്കുന്നത്? ലത്തീൻ കത്തോലിക്ക. ഇന്ന് നിങ്ങൾ കേരള തീരത്ത് പരിശോധിച്ചാൽ മീൻപിടുത്തക്കാരെ കുറിച്ച് പണ്ട് ഞാനൊരു പഠനം നടത്തി. എൻ്റെ PhD തീസിസ് ചെയ്യുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ മീൻപിടുത്തക്കാരെ കുറിച്ച് ഞാൻ പഠനം നടത്തിയപ്പോൾ ഞാൻ കമ്മ്യൂണൽ ബേസിൽ അതിനെ, അല്ലെങ്കിൽ കാസ്റ്റ് ബേസിൽ അതിനെ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. കേരളത്തിലെ മുക്കുവരിൽ ഭൂരിപക്ഷം ആരാണ്? മുക്കുവ കമ്മ്യൂണിറ്റിയിൽ ഭൂരിപക്ഷം ലത്തീൻ കത്തോലിക്കരാണ്. ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ലത്തീൻ കത്തോലിക്കരാണ് മുക്കുവരുടെ കൂടുതൽ. ഹിന്ദുക്കളെക്കാളും മുസ്ലിങ്ങളെക്കാളും ലത്തീൻ കത്തോലിക്കരാണ് മീൻ പിടിക്കുന്ന ജോലി ചെയ്യുന്ന കേരള തീരത്തുള്ള ആ ലത്തീൻ കത്തോലിക്ക കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ കാസ്റ്റ് ബേസിൽ, ജാതി ബേസ് വഴി നോക്കിയാൽ എണ്ണത്തിൽ കൂടുതൽ. ഇത്രയും പിടി കിട്ടിയോ? അങ്ങനെ സെന്റ് ഫ്രാൻസിസിന്റെ ചുമതലയിൽ ഉണ്ടായ ഈ പ്രേക്ഷിത പ്രവർത്തനത്താൽ ക്രിസ്തീയ മാർഗം സ്വീകരിച്ചവരെയാണ്, കത്തോലിക്ക സഭയിലേക്ക് വന്നവരെയാണ് എന്തോ വിളിക്കുന്നത്? ജെയിംസ് ഫാസ്റ്റേ, വല്ലതും മനസ്സിലാവുന്നു? ലാറ്റിൻ കാത്തലിക്സ്. ലത്തീൻ. നിങ്ങളൊന്ന് പ്രതികരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ ബോറടിച്ചു. ഇത് ചരിത്രമാ, അല്ലാതെ ഞാനിതിങ്ങനെ അല്ലാതെ പറഞ്ഞാൽ നിങ്ങൾക്ക് രസം വരുന്ന രീതി എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ചരിത്രമാ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം. എനിക്കറിയാം ചരിത്രം പഠിക്കാൻ മഹാ ബോറിംഗ് ആണ്. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇന്നും ഇതൊക്കെ ഞാൻ നോട്ട്സ് വായിക്കാതെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ എൻ്റെ തലയിൽ നിൽക്കുന്നത്. ഇതാണ് ഭാരതസഭയുടെ ചരിത്രത്തിൽ കത്തോലിക്കരുടെ ചരിത്രം. അപ്പൊ ഇനി നമ്മൾ ഇതൊക്കെ തുടങ്ങുകയാണ്. ഭാരതസഭയുടെ ഒരു പ്രാരംഭ ചരിത്രം ഞാൻ നക്ഷൽ നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഭാരതസഭയുടെ രണ്ടാമത്തെ ഒരു ചരിത്രകാരന്മാർ ചിലരെങ്കിലും പറയുന്നത് പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുമ്പോൾ സത്യത്തിൽ 1 ലക്ഷം വിശ്വാസികൾക്ക്, 1 ലക്ഷം ക്രിസ്ത്യാനികളെ കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. എന്നാൽ 1 ലക്ഷം ക്രിസ്ത്യാനികൾ കൂടുതൽ എണ്ണത്തിൽ കേരളത്തിൽ ഇല്ലായിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് നായർ സമുദായത്തിൽപ്പെട്ടവരെ പോലെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അവരുടെ കല്യാണങ്ങൾക്ക് ആനയും അമ്പാരിയും, അല്ലെങ്കിൽ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാമായിരുന്നു ചെറുക്കനെ. അങ്ങനെയുള്ള വലിയ ഉത്സവമായിട്ട് കല്യാണം നടത്തിയ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, പാരമ്പര്യ ക്രൈസ്തവരെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, പാരമ്പര്യ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആഠ്യത്വമുള്ള ഒരു അപ്പർ ക്ലാസ് എന്ന നിലയിലാണ് കണ്ടിരുന്നത്. അപ്പർ ക്ലാസ് എന്ന നിലയിലാണ് കണ്ടിരുന്നത്. അന്ന് ദളിതരൊന്നും അധികം ക്രിസ്ത്യ വിശ്വാസത്തിൽ വന്നിട്ടില്ല, ഇല്ലെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് പാരമ്പര്യ ക്രിസ്ത്യാനികൾ, ദളിതരില്ലാതിരുന്നുകൊണ്ട് തന്നെ അവർക്കെല്ലാം വലിയ സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന. രാജഭരണകാലത്ത് അവർക്ക് പ്രത്യേക പദവികൾ നൽകിയിരുന്നു, ബിസിനസ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പഴയ തലമുറയിൽ ജീവിച്ചിരുന്ന ക്രിസ്തീയ പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്ന കുടുംബങ്ങൾക്കൊക്കെ ഈ പാരമ്പര്യവും ശ്രേഷ്ഠതയൊക്കെ വന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു സിറിയൻ പാരമ്പര്യം അവർ അവകാശപ്പെടുന്നു. ഓക്കെ, ഞാൻ മടങ്ങി വരും. പോർച്ചുഗീസുകാരുടെ വരവ്. ഓക്കെ, അപ്പൊ ഭാരതസഭയ്ക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരോടാണ്? സെയിന്റ് തോമസിനോട്. സെയിന്റ് തോമസിന് പാരമ്പര്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. എന്നാലും സഭ എന്ന നിലയിൽ നമ്മുടെ ബന്ധം ആരോടാണ്? പോപ്പിനോടാണോ? അല്ല. ഭാരതസഭയുടെ പ്രധാന ബന്ധം ആരോടാണ്? പേർഷ്യൻ സഭയോടാണ്, അല്ലെങ്കിൽ പാത്രിയാർക്കി സഭകളോടാണ്, ഈസ്റ്റേൺ ചർച്ചസ്. ഇത് ഞാൻ തുടക്കത്തിലേ പറയാം, നിങ്ങൾക്ക് ഇതുവല്ല മനസ്സിലായോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതുവരെ ഇൻട്രഡക്ഷൻ പറഞ്ഞ മുഴുവൻ അതാണ്. ഭാരതസഭയുടെ പാരമ്പര്യം നോക്കിയാൽ ഭാരതസഭയ്ക്ക് കൂടുതൽ ബന്ധം ആരോടാണ്? പാത്രിയാർക്കി സഭയോട്. പാത്രിയാർക്കി സഭയിലെ പാത്രിയാർക്കിസുകളോടും പേർഷ്യൻ സഭയോടും. അത് പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ പാത്രിയാർക്കീസ് അല്ലായിരുന്നു. തുർക്കിയിലുള്ള പാത്രിയാർക്കീസ് എന്ന് ശക്തൻ, ഈജിപ്തിൽ പാത്രിയാർക്കീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകം അതാത് സ്റ്റേറ്റുകളിൽ നമ്മൾ ബിഷപ്പുമാരെന്ന് പറയുന്ന പോലെ പാത്രിയാർക്കീസുമാർ ഉണ്ടായിരുന്നു. ഇതിൽ ശക്തൻ ആരായിരുന്നു?
അടിസ്ഥാനപരമായി ഒരു ഒറ്റ പോപ്പ് എന്ന നിലയിൽ യൂറോപ്പിൽ കത്തോലിക്കരെ ഒന്നിച്ചു നിർത്തിയതുപോലെ ഈ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് ഈസ്റ്റേൺ രാജ്യങ്ങളിൽ സിറിയയിലോ അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻവേഷൻ വന്നാണല്ലോ അതെല്ലാം തകർന്നു പോയത്. അതിനു മുമ്പ് സിറിയയിലോ ഈജിപ്തിലോ അല്ലെങ്കിൽ ടർക്കിയിലോ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഒരു അനിശ്ചിത നേതാവ് ഇല്ലായിരുന്നു പോപ്പിനെ പോലെ. അതാത് സഭകൾ ഇൻഡിപെൻഡന്റ് ചർച്ചകൾ. എന്നാൽ റോമിലെ സഭയായിട്ട് ഭയങ്കര ബന്ധമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി, കൽപ്പനകൾ വന്നു, അവരെ പുറത്താക്കി, പ്രത്യേകിച്ച് പല ഇഷ്യൂസ് വന്നു. അങ്ങനെ ആദ്യമൊക്കെ പോപ്പായിട്ട് ബന്ധമുണ്ടായിരുന്നതിന് പോപ്പുമായിട്ട് തെറ്റി. അങ്ങനെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഒരു പോപ്പ് ഈ തുർക്കിയിലെ പാത്രാക്സിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അങ്ങേര് ഈ പോപ്പിന് മുടക്കൽപ്പന കൊടുത്തു. എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ? ഇല്ല സാറേ, പറഞ്ഞില്ല. അത് 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 ഭാരത സഭയുടെ ചരിത്രത്തിലല്ല അത് വരുന്നത്. അത് നമ്മുടെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈസ്റ്റേൺ ചർച്ചും വെസ്റ്റേൺ ചർച്ചും അല്ലെങ്കിൽ പോപ്പിന്റെ നേതൃത്വത്തിലുള്ള യൂറോപ്പിലെ സഭയും ഈ പാത്രിയാർക്കീസുമാരുടെ നേതൃത്വമുള്ളതായ ഈ ഈസ്റ്റേൺ സഭ അല്ലെങ്കിൽ ഈ ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് വിഭാഗങ്ങൾ അറിയപ്പെടുന്ന പേർഷ്യൻ സഭയും തമ്മിലുള്ള ബന്ധം ഫൈനലി ഫേറ്റലി അറ്റുപോയതാണ്ട് 1075 76 മറ്റോ, അത് 79 1075 79 ആ കാലയളവിലാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1000 വർഷത്തിന് മുമ്പ് അവർ തമ്മിൽ എന്ത് ചെയ്തു? അടിസ്ഥാനപരമായിട്ട് ഉപദേശപരമായിട്ട് വേർതിരിഞ്ഞു. ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നിങ്ങളെ ചർച്ച് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആരാ? ചർച്ച് ഹിസ്റ്ററി പഠിപ്പിച്ചോ? സഭാചരിത്രം പഠിപ്പിച്ചോ? ഇല്ല പഠിപ്പിച്ചില്ല. അപ്പൊ ഇനി സഭാചരിത്രം പഠിപ്പിക്കുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഓക്കെ, ഇത് ഭാരത സഭയുടെ ചരിത്രമായതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ഭാരത സഭയുടെ പാരമ്പര്യമായി ഉള്ള ബന്ധം എന്ന് പറയുന്നത് പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു, യൂറോപ്യൻ സഭയുമായിട്ട് അല്ലായിരുന്നു. യൂറോപ്യൻ സഭയായിട്ടുള്ള ബന്ധം കേരളത്തിൽ വന്നത് പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? യെസ് ഓർ നോ? മനസ്സിലായി സാർ. നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും, ഇത്രയും കാര്യം നമ്മൾ അടുത്തൊരു പേഹത്തേക്ക് പോകണം, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ബിനു പാസ്റ്ററെ, പ്രജിത് പാസ്റ്റർ, പാസ്റ്റേഴ്സിനും കുറച്ച് ചരിത്രം അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഒന്നീ ഞാൻ പറഞ്ഞെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, അല്ലെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. എല്ലാം മനസ്സിലായ ഒരു ചോദ്യം ചോദിക്കത്തില്ല, ഒന്നും മനസ്സിലാകാത്തൊരു ചോദ്യം ചോദിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ അറ്റം മൂലയൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കും. ഈ പേർഷ്യൻ സഭയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ മിഷണറിമാരായിട്ട് ഇവിടെ വന്നവരായിരിക്കുമല്ലോ ഇവിടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, സെന്റ് തോമസ് വന്നു എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. അതുകൂടാതെ ക്നാനായത്തോമൻ വന്നു എന്ന് പറഞ്ഞൊരു പാരമ്പര്യമുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പ്രത്യേകിച്ച് നെസ്റ്റോറിയൻസ്, അതായത് 5ാം നൂറ്റാണ്ടിലെ ഈ സഭയിലുണ്ടായ തർക്കം, യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ് ആണെന്ന് പറയും, യേശു മനുഷ്യനല്ലെന്ന് പറയും, തർക്കത്തെ തുടർന്നുണ്ടായ ആ കൗൺസിലിൽ, ചാൾസറൻ കൗൺസിലാണ്, എഫസസ് കൗൺസിലാണ്. ഞാൻ ഹിസ്റ്ററിയുടെ ആളല്ലല്ലോ ഇപ്പൊ, അതുകൊണ്ട് കുറെയൊക്കെ മെമ്മറിയിൽ നിന്ന് മറന്നു പോയിട്ട്. ആ കൗൺസിൽ തീരുമാനിച്ച് അങ്ങനെ ഇവരെ കുറെ പേര് നെസ്റ്റോറിയനെ സഭയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അവർ ഭയങ്കര സുവിശേഷാത്മാവുള്ളവരായിരുന്നു. അവർ കേരളത്തിലും ചൈനയിലും ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ഈ ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ ആ ഭാഗങ്ങളിലൊക്കെ ഈ കടൽ തീരത്തോടെ സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇവിടുത്തെ സഭകളെയൊക്കെ പൊതുവെ നെസ്റ്റോറിയൻ ചർച്ചസ് എന്ന് അറിയപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സെന്റ് തോമസ് വന്നു, ക്നാനായത്തോമൻ വന്നു, പിന്നെ സിറിയയിൽ നിന്നൊരു കുടിയേറ്റം വന്നു, ബിസിനസ്സുകാർ വന്നു. മിഷണറിമാരായിട്ട് വന്ന സെന്റ് തോമസെ കാണത്തുള്ളായിരിക്കും. പിന്നെ ഇവരൊക്കെ പിന്നെ നെസ്റ്റോറിയൻസും വന്ന് കാണും. ബാക്കിയൊക്കെ ബിസിനസ്സുകാർ വന്നു. ഇവർക്ക് അങ്ങനെയുള്ള ഒരു പാരമ്പര്യമായിട്ട് ഇവിടെ ക്രിസ്തീയ സഭകൾ ഉണ്ടായി, ക്രിസ്ത്യാനികളുണ്ടായി. സെന്റ് തോമസ് വന്ന നിമിത്തമുണ്ടായി. അത് ഞാൻ ചരിത്രപരമായിട്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ ഉണ്ടായ ക്രിസ്തീയ സഭ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, നിമി ഇത്തിരി താമസിച്ചാവുന്നത്, തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരള തീരത്ത് കത്തോലിക്കർ പോർച്ചുഗീസുകാര് 1498 വാസ്കോഡി ഗാമ ഗോവയിൽ വരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരൻ വന്നതിന് ശേഷം പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ അവർ കേരള തീരത്ത് പള്ളി കണ്ടു. അപ്പോഴാണ് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ വിചാരിച്ചു വരില്ല ഹിന്ദുക്കളും മറ്റു ജാതിക്കാരും, ഇവിടെയും ക്രിസ്ത്യാനികളും ഉണ്ടല്ലോ, എന്നാ പിന്നെ ഈ ക്രിസ്ത്യാനികളെല്ലാം പോപ്പിന്റെ കീഴിലാക്കി കളയാമെന്ന് പറഞ്ഞുള്ള ഇഷ്യൂ ആണ് ഇവിടെ ക്രൈസ്തവ സഭയിൽ ഭയങ്കര ഇഷ്യൂ ആയത്. നമ്മൾ ആ ഇഷ്യൂയിലേക്കാണ് ഇനി പോകുന്നത്. അപ്പൊ പോർച്ചുഗീസുകാർ വരുന്നവരെ, പിന്നെ ഒരു കണക്ക് പറയുന്ന പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഒരു 1 ലക്ഷം വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ കൂടുതൽ ഇല്ലായിരുന്നു.
മൊത്തത്തിൽ 1,00,000 ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ പോലും. അന്നത്തെ ക്രിസ്ത്യാനികളുടെ ആരാധനക്രമം ഓരോ പള്ളി ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അവരുടെ ആരാധനക്രമം സുറിയാനി ഭാഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചർച്ചിന്റെ ഒക്കെ പേരിൽ സുറിയാനി എന്ന് വന്നത്. കാരണം നമ്മൾ ഈസ്റ്റേൺ ചർച്ച, പേർഷ്യൻ ബന്ധമാണ്. നമ്മൾ ഈ പേർഷ്യൻ ബന്ധം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ചർച്ചകളെ സുറിയാനി ചർച്ചസ് എന്ന് വിളിക്കുന്നത്. മലങ്കര കത്തോലിക്കര് പോലും സുറിയാനി ചർച്ച എന്ന് അവകാശപ്പെടും. കാരണം അവര് കത്തോലിക്കയിലേക്ക് തിരിച്ചു പോയപ്പോ, ഈ മാറിവാനിസൊക്കെ തിരിച്ചു പോയപ്പോൾ അവർ വെച്ച കണ്ടീഷനിൽ ഒന്ന് ഇത്രയേ ഉള്ളൂ: ഞങ്ങളുടെ സുറിയാനി ആരാധനക്രമം നിലനിർത്തുവാൻ അനുവദിക്കണം. ബാക്കിയെല്ലാം ലത്തീനാണ്. അതുകൊണ്ടാണ് സീറോ മലബാറുകാർക്ക് സുറിയാനി വെക്കത്തില്ല. റോമൻ കത്തോലിക്ക സഭയുടെ എവിടെങ്കിലും പേര് നിങ്ങൾ സുറിയാനി എന്ന് പേര് കണ്ടിട്ടുണ്ട്? സുറിയാനി റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് മലങ്കര സുറിയാനി ചർച്ച് എന്ന് പറയും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന് പറയും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നു? രസമാണ്. നമ്മുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു നോ അവർ ഹിസ്റ്ററി. വൺസ് യു നോ യുവർ ഹിസ്റ്ററി വി വിൽ ബി നോയിങ് സംതിങ് ഡീപ്പർ. നമുക്ക് നമ്മുടെ ചരിത്രം അറിയണം. നമ്മുടെ ചരിത്രം അറിയാൻ നമ്മളിവിടെ സത്യത്തിൽ ഹിന്ദുയിസം ഉണ്ടാകുന്നത് 9-ാം നൂറ്റാണ്ടില്ല. ഈ ശങ്കരാചാര്യ വന്നതിന് ശേഷമാണ് ഹിന്ദുയിസം ഇവിടെ വന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു മതം ബ്രാഹ്മണ്യ മതമാണ്. ബ്രാഹ്മണ്യ മതം എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ മനുഷ്യരല്ലായിരുന്നു, ചണ്ടാലരായിരുന്നു. ബാക്കിയുള്ളവരല്ല, ദളിതരായിരുന്നു, ചണ്ടാലരായിരുന്നു, പഞ്ചമസായിരുന്നു, ഔട്ട്കാസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു സംവിധാനത്തിൽ ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ബുദ്ധമതമായിരുന്നു ഇവിടുത്തെ പ്രബലമായ ഇന്ത്യൻ മതം. ഇന്ത്യയുടെ ഒറിജിനൽ മതം എന്ന് പറയുന്നത് ബുദ്ധമതമാണ്, ഹിന്ദുമതമല്ല. ഈ ശബരിമല അമ്പലമൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധമതക്കാരുടെ അമ്പലമായിരുന്നു. ശങ്കരാചാര്യ 9-ാം നൂറ്റാണ്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഹിന്ദുമതത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രാഹ്മണ്യ മതത്തിന് ഒരു റിവൈവൽ ഉണ്ടായി. അവരുണ്ടാക്കിയ ഒരു മതമാണ് ഹിന്ദുമതം. അതുകൊണ്ട് ഇവിടുത്തെ ക്രിസ്തു മതത്തിന്റെ അത്രയും പാരമ്പര്യം പോലും ആർക്കില്ല, ഹിന്ദുമതത്തിനില്ല. ചരിത്രപരമായ ഒത്തിരി വസ്തുക്കളുണ്ട്. ഇപ്പൊ അതെല്ലാം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റോ അല്ലെ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചരിത്രമെല്ലാം തിരുത്തി എഴുതുക. അതിനാണ് അവര് ഹിന്ദുത്വവാദികളുടെ, സവർക്കറുടെയും മറ്റിതര നേതാക്കളുടെയൊക്കെ പേര് രംഗത്ത് കൊണ്ടുവരികയും ബാക്കിയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയും മഹാത്മാഗാന്ധിയും നെഹ്റുവിനെയും എല്ലാം തമസ്കരിച്ചിട്ട് അവരുടെ പഴയ ആളുകളെയൊക്കെ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത് ചരിത്രം വളച്ചൊടിക്കാനുള്ള ശ്രമമാണ്. കാരണം അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേന് ഈ തിരുത്താട്ട ചരിത്രമായിരിക്കും അവർ പഠിക്കുന്നത്. ഇതുവരെ പഠിച്ചു വരുന്ന ചരിത്രം എല്ലാം മാഞ്ഞു പോകും. അതൊരു വസ്തുതയാണ്. ചരിത്രമായി നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ചരിത്രത്തെ കുറിച്ച് അറിയുമ്പോഴേ എന്റെ ചോര ഇന്ത്യൻ ചോരയാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇന്ത്യക്കാരനാണ് എന്നുള്ളൊരു ബോധം, ഞങ്ങൾ വിദേശീയരല്ലെന്നുള്ളൊരു ബോധം. ഇനി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കിയാൽ പോലും ഈ ബ്രാഹ്മണ്യവർഗമോ വരേണ്യവർഗമോ വന്നു കയറിയവരാണ്. ഇവിടുത്തെ തദ്ദേശീയരെന്ന് പറയുന്നത് ദ്രവീഡിയൻസ് ആണ്. ഇവിടുത്തെ തദ്ദേശീയരെന്ന് പറയുന്നത് ആരാണ്? ദ്രവീഡിയൻസ് ആണ്. ഇവിടുത്തെ ദ്രവീഡിയൻസ്. അവർ ഹിന്ദുമതക്കാരല്ല. ദ്രവീഡിയൻ റിലിജൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഹിന്ദുയിസം. ഈ വരുത്തരാണ് ഈ വടക്കേ ഇന്ത്യൻ, നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാഹ്മണർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൂണന്മാർ യൂറോപ്പിലേക്ക് പോയെന്ന് പറഞ്ഞ പോലെ ഈ ഇങ്ങോട്ട് കയറിയ കുടിയേറ്റക്കാരാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ നദീതടങ്ങൾ നോക്കി ഇങ്ങനെ യാത്ര ചെയ്തൊന്ന് കുടിയേറി അവര് ഇന്ത്യയിലുണ്ടായിരുന്ന ദ്രവീഡിയൻസിനെ വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കോട്ടടിച്ച് വിന്ധ്യാ സത്പര പർവ്വതത്തിന് തെക്കോട്ടുണ്ടെന്ന് അവരെ തള്ളിയിട്ട് വടക്കേ ഇന്ത്യ മൊത്തം അവർ കൈയടക്കി. ഇന്നും ദ്രാവിഡ്യ മതത്തിന്റെ ഏറ്റവും വലിയ സങ്കല്പവും ശക്തി എന്ന് പറയുന്നത് തമിഴ്നാടാണല്ലോ. അവർ വിട്ടുകൊടുക്കത്തില്ല. എത്രയൊക്കെ നോർത്ത് ഇന്ത്യൻസ് അടിച്ചിട്ടും അവർക്ക് ചലിക്കാൻ പറ്റത്തില്ല തമിഴ്നാട്ടിൽ. കാരണം അതുകൊണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പോലും DMK എന്നൊക്കെ പറഞ്ഞ് ദ്രാവിഡ മുന്നേറ്റ ഘടകം, അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം, ദ്രാവിഡൻ എന്നുള്ള പേര് ചേർക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് തമിഴന്റെ ആ വർഗബോധം എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ അമ്പനും വില്ലും നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ ചക്കരയ്ക്കും ചെത്തും, കള്ളിനും ചെത്തും ചക്കരയ്ക്കും ചെത്തും എന്ന് പറയുന്ന ആളുകളാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ നാട്ടിലൊരു കൊളോക്കൽ പ്രയോഗം. ഒരു പാസ്റ്റർ ഇതുവല്ല അറിയാമോ? നമ്മുടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ കള്ളിനും ചെത്തും ചക്കരയ്ക്കും ചെത്തും. കള്ളിനും ചക്കരയ്ക്കും കത്തും. നമ്മളെ ആളുകളതാ. പക്ഷേ ദ്രവീഡിയൻസ് അവർ സമ്മതിക്കുന്നത്, നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ഇൻഫിൽട്രേഷൻ സമ്മതിക്കുന്നത്. നിങ്ങൾ തമിഴ്നാട്ടിൽ ചെല്ല്, ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ബോർഡ് ഹിന്ദിയിൽ എഴുതിയിട്ട് അവന്മാർ കരിയോയിൽ വാരിത്തേക്കും, ടാറ് വരട്ടും. കാരണം അത് നോർത്ത് ഇന്ത്യനാണ്. അതാണ് ഹിന്ദു. ഇവിടെ ഭാഷ അടിച്ചേപ്പിക്കാൻ ഹിന്ദി ഭാഷ എല്ലാവരും പഠിക്കണം, നമ്മൾ പഠിക്കും. പക്ഷെ തമിഴ്നാട്ടിൽ ചെന്ന് അവന്മാർ സമ്മതിക്കത്തില്ല. ആ ദ്രാവിഡൻ എന്ന് പറയുന്ന എന്നുവെച്ചാൽ പഴയ അത് ഇവിടുത്തെ സത്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഈ ശങ്കരാചാര്യർ വന്ന് അങ്ങനെ ഉണ്ടാക്കിയ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ട്. അമിക്കബിൾ സെറ്റിൽമെന്റ് ഈ അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പം പോലും അത് തന്നെ. അതായത് ദ്രവീഡിയൻസിന്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ കറുത്ത ദൈവങ്ങളായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ദ്രവീഡിയൻസ് പൊതുവെ കളറിൽ കറുത്തവരാണ്. കറുത്ത ദൈവങ്ങളാണ് ദ്രവീഡിയൻസിന്റെ. പക്ഷെ ഈ ആര്യൻസിന്റെ ദൈവങ്ങളെല്ലാം ഏറെക്കുറെ വെള്ള ദൈവങ്ങളായിരുന്നു.
അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ ഈ ഈ ഉസ്തിയും അടിയും കൂടിയിട്ട് ഇവരെ രണ്ടുപേരുടെ ക്ലബ് ചെയ്ത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ഈ നമ്മുടെ നിരുത ഭാഷ പറഞ്ഞ എതിർത്താൽ ഞെക്കിക്കൊല്ലും, എന്താ എതിർത്താൽ വെട്ടിക്കൊല്ലും, അനുകൂലിച്ചാൽ നക്കിക്കൊല്ലും എന്ന്. ഇതാണ് എന്റെ തിയോളജി ഭാഷ. ഞാൻ പറയുന്നത് കെയിൻ അപ്രോച്ച് ആൻഡ് ക്യാരറ്റ് അപ്രോച്ച് എന്ന്. എന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളൊക്കെ പ്രിലിമിനറി തിയോളജി ഒക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന ടെർമിനോളജീസ് ഒന്നും പിടികിട്ടത്തില്ലായിരിക്കും. കെയിൻ അപ്രോച്ചും ക്യാരറ്റ് അപ്രോച്ച്, ഈ രണ്ട് അപ്രോച്ചാണ്. കെയിൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ തല്ലി ഒതുക്കുക എന്ന്. ഇന്ന് ക്രിസ്ത്യാനികളെ തല്ലി ഒതുക്കാൻ നോക്കുക. രണ്ടാമത്തെ അപ്രോച്ച് ക്യാരറ്റ് അപ്രോച്ചാണ്. ക്യാരറ്റ് അപ്രോച്ചാണ് ദളിതർക്കെതിരെ, അവരെ ചെത്തി കൂടെ നിർത്താൻ ശ്രമിക്കുക. അപ്പൊ കെയിൻ അപ്രോച്ച് എതിരാളികളെ തല്ലിക്കൊല്ലുക, കൂടെ നിൽക്കാൻ കഴിയുന്നവരെ ചെത്തി കൂടെ നിർത്തുക. അപ്പൊ എന്തായാലും ഒന്നീ ഞെക്കിക്കൊല്ലും, അല്ലെങ്കിൽ നക്കിക്കൊല്ലും. ഒന്നീ ഞെക്കിക്കൊല്ലും, അല്ലെങ്കിൽ നക്കിക്കൊല്ലുക, ഞെക്കിക്കൊല്ലും, ഈ രണ്ട് രീതികളുണ്ട്. എന്നാലും കൊന്നിരിക്കും. അതാണ് ഇന്ത്യയിലെ സിസ്റ്റം. ഓക്കെ, ഞാൻ തിരിച്ചു വരുന്നു. അപ്പൊ അങ്ങനെ വിന്ധ്യാസപുര പർവ്വതത്തിന്റെ തെക്കോട്ട് വന്ന ഇന്ന് നിങ്ങൾ ചേർത്തു ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു ഭയങ്കര റിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുക. നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ, ഈ നോർത്ത് സൗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ അതൊരു അതൊരു ഒരു 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 അജണ്ടയായിട്ട്, പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് മാറ്റാൻ ശ്രമം വരെ നടത്തുന്നുണ്ട് സൗത്ത് ഇന്ത്യ എല്ലാം കൂടെ. ആ അജണ്ടകൾ, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇന്ത്യ ഒന്നാണ്, ഭാരതം ഒന്നാണ് എന്ന് പറയുന്ന ആ പ്രമേയമാണ് എന്റെ പ്രമേയം. എന്ന് പറയുമ്പോൾ ഹിന്ദി അടിച്ചേൽപ്പി ഒരു ഭാഷ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹീബ്രു ഗ്രീക്കും ഒക്കെ പഠിച്ചില്ലേ, സാൻസ്ക്രിറ്റ് പഠിക്കുന്നതിന് എന്താ കുഴപ്പം? ഹിന്ദി എന്ന് പറയുന്ന അവരുടെ ഭാഷ ബേസിക് സാൻസ്ക്രിറ്റാ. ഹിന്ദി എന്ന് പറയുന്ന ഒരു സായിപ്പ് ഉണ്ടാക്കിയ ഒരു ഭാഷയാണ്. അത് ഈ പഹയന്മാർക്ക് അറിയത്തില്ല. ഹിന്ദി ഞങ്ങളുടെയാന്ന് പറയുമ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭാഷ അല്ല, ഒരു സായിപ്പ് ഇവിടുത്തെ ഉറുദുവും ഇവിടുത്തെ സാൻസ്ക്രിറ്റൂടെ ചേർത്ത് ക്ലബ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഭാഷയാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു സായിപ്പിന്റെ സഹായത്തോടെ ഉണ്ടാക്കേണ്ട ഭാഷയാണ് ഏത് ഭാഷ? ഹിന്ദി എന്ന് പറയുന്ന ഭാഷ. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത സമയത്ത് ഒരു 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 വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ തിരിച്ചു വരുന്നു. ചുരുക്കത്തിൽ എന്നാലും നോർത്ത് ഇന്ത്യന്റെ ഹെജ്മണി, നോർത്തിന്റെ ഹെജ്മണി ഇമ്പോസ് ചെയ്യാനുള്ളതിന്റെ ഇമ്പോസിഷൻ ഓഫ് നോർത്ത് ഇന്ത്യ ഹെജ്മണിയുടെ ഭാഗമാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് വന്നിട്ട് അതിനെതിരെയുള്ള റിയാക്ഷൻ ആണ് ഈ ദ്രവിഡിയ മുന്നേറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആ ഭാഗങ്ങൾ തിരിച്ചു വന്നു. ഇന്നും അതുണ്ട്. അപ്പം ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഒരു പാരമ്പര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. നമ്മുടെ ക്രിസ്ത്യ പാരമ്പര്യത്തെ നമ്മൾ ബലികഴിക്കാൻ പാടില്ല. ഞാൻ ഇനി തിരിച്ചു വരാം. പോർച്ചുഗീസുകാരുടെ ആവാൻ ഇത്രയും കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുവായിരുന്നു നിമിസിസ്റ്റ് ചോദിച്ച ചോദ്യം? ഓക്കെ, നമ്മുടെ ബന്ധം പേർഷ്യൻ സഭയായിട്ടായിരുന്നു. ഞാൻ ചോദിച്ചത് അന്ന് പേർഷ്യൻ സഭയുടെ മിഷണറിമാർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുന്ന് വന്നിട്ടുണ്ടോന്നല്ല ചോദിച്ചത്. അന്ന് ഈ പ്രീസ്റ്റുകൾ ഉണ്ടല്ലോ, ആരാധനക്രമങ്ങളൊക്കെ ഉള്ളപ്പോൾ അന്ന് സെമിനാരികളൊക്കെ ഉണ്ടായിരുന്നോ? അതോ അന്നും പഠന സെമിനാരി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നി കോട്ടയത്തെ ഓർത്തഡോക്സ് സെമിനാരി എന്ന് പറയുന്നതിന് ഒത്തിരി പാടും. എനിക്കിപ്പോഴും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കടമനാട് ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്, കടമനാട് ഓർത്തഡോക്സ് പള്ളിയുടെ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് AD 325. കടമനാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത ചർച്ച, ഞങ്ങളുടെ തൊട്ടടുത്ത സ്ഥലമാണ്. എൻ്റെ സ്ഥലത്ത് നിന്ന് ശൂർനാട് നിന്ന് 7 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാൻ കടമനാടൊക്കെ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിട്ടുണ്ട്. കടമനാട് എൻ്റെ ചർച്ചകളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. എനിക്ക് അതുകൊണ്ട് എൻ്റെ കൂടെ ആ കടമനാട് ഓർത്തഡോക്സ് പള്ളിയിലെ കൂടെ ഉണ്ടായിരുന്ന ചിലർ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവരുടെ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 325 സുനോദോസ് നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ആള് പോയി നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ആലോചിച്ച് 2000 വർഷം പഴക്കമുള്ള ഒരു പള്ളി കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1700 വർഷം പഴക്കമുള്ള ഒരു പള്ളി കേരളത്തിൽ, 325 1700 വർഷം പഴക്കമുള്ള ഒരു പള്ളി കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും അടൂരിനടുത്ത് കടമനാട്, അടൂർ ശാസ്താംകട റോഡിൽ കടമനാട് എന്ന് പറയുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ വലത് സൈഡിൽ കടമനാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തുവയൂരോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു വലിയ ഓർത്തഡോക്സ് പള്ളിയുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട് പഴയ കാലത്തെ കാലത്തുള്ള കുടിമരവും അതുപോലെ വിളക്ക് കത്തുന്ന കൽക്കന്തും അതും ഇതൊക്കെ ഉണ്ട് അവിടെ. ഇപ്പൊ അതൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, മാറി താമസിക്കും. ഓക്കെ, ലീവ് ഇറ്റ് അസൈഡ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചരിത്രം. ഈ ചരിത്രം അറിയണം. അന്ന് മിഷന്മാരായിട്ടെന്ന നിലയിൽ സുവിശേഷ മിഷന്മാർ വന്നിട്ടുണ്ടാവും. 409 വന്നപ്പോൾ അവരോട് മിഷന്മാർ വന്നിട്ടുണ്ടാവും. ഒരു കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഈ പറയുന്ന ചില ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിഷമം തോന്നുന്നു. സെൻട്രൽ ട്രാവൻകൂറിലുള്ള അച്ചായന്മാരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ രക്തം പരിശോധിച്ചാൽ, അവരുടെ രീതി പരിശോധിച്ചാൽ ഒരു ശകലം സിറിയൻ ബ്ലഡ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്.
ആരെയും പാറി വെക്കും, ഒരുത്തനെ വിശ്വാസമില്ല, മുന്നോട്ട് കയറുന്നതിനെ വലിച്ച് താഴെയിടും. ഇത്രയും ഈ അങ്ങനെയുള്ള ഒരു എപ്പോഴും ഈ യഹൂദന്മാരുടെ ഒരു കണ്ണാണ്. എന്നാൽ എതിരാളി നമുക്കെതിരെ പാറ പണിയോന്ന് ചിന്തിച്ചുകൊണ്ടിട്ട് എങ്ങനെ അവനെ അടിച്ച് താഴെ ഇടാം, എന്നുവെച്ചാൽ അവൻ എനിക്ക് നാളെ ശത്രുവാകും, അതുകൊണ്ട് ഇപ്പോഴേ അവനെ നോട്ടം വെച്ചിരിക്കുന്ന ഒരു ശൈലി, ആ ഒരു മലയാളി ശൈലി, ക്രിസ്തീയ ശൈലി നമ്മുടെ കടുത്തിലുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും അതൊരു മാക്കിവെല്ലിയൻ ഫിലോസഫിയാണ്. മാക്കിവെല്ലി എന്ന് പറയുന്ന ആൾ യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഒരു ഒരു പൊളിറ്റീഷ്യനാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ്. ഞാൻ അയാളുടെ ഫിലോസഫി പഠിച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത് എൻസ് ജസ്റ്റിഫൈസ് ദ മീൻസ്, ലക്ഷ്യം വഴിയെ സാധൂകരിക്കുന്നു. പക്ഷെ മഹാത്മാഗാന്ധിയുടെ തികച്ച ഓപ്പോസിറ്റ് ആണ്. വഴി ലക്ഷ്യത്തെ സാധൂകരിക്കും, വഴി നല്ലതാണെങ്കിൽ ലക്ഷ്യം നന്നായിരിക്കും എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അല്ലെങ്കിൽ ലക്ഷ്യം പോലെ തന്നെ വഴിയും നന്നായിരിക്കണം. പക്ഷെ മാക്കിവെല്ലി പറയുന്നത് ലക്ഷ്യം നന്നായാൽ മതി, ഒരു നല്ല ലക്ഷ്യത്തിലെത്തുവാൻ വളഞ്ഞ വഴിയും സ്വീകരിക്കാം. ഇതാണ് മാക്കിവെല്ലിയൻ ഫിലോസഫി. മാക്കിവെല്ലിയൻ ഫിലോസഫി എപ്പോഴും പറയുന്നത് നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ യുദ്ധം നമ്മുടെ കോർട്ടിലല്ല കേട്ടോ, അവന്റെ കോർട്ടിൽ നമ്മൾ നോക്കി, അവന്റെ രാജ്യത്ത് അങ്ങോട്ട് കയറി അടിക്കണം, ഇങ്ങോട്ട് അവൻ അടിക്കുന്നതിന് മുമ്പ് അവന്റെ കോട്ടക്കത്തളം കയറി അങ്ങോട്ട് അടിക്കണം എന്ന് പറയുന്ന ഫിലോസഫിയാണ് മാക്കിവെല്ലിയൻ ഫിലോസഫി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിലോസഫി, അങ്ങനെയുള്ള ഒരു ചിന്തയും നമ്മുടെ മലയാളികളുടെ ഇടയിൽ, സെൻട്രൽ ട്രാവൻകൂറിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോഴൊക്കെ ഒരു ശകലം ജൂയിഷ് ബ്ലഡോ സിറിയൻ ബ്ലഡോ ഒക്കെ ഈ മലയാളികളിൽ ഉണ്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട്. സത്യമാണെന്ന് ഒരു പരിധിവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, വിട്ടേക്കുന്നു. അപ്പൊ ഇനി നമുക്ക് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിലേക്ക് വരാം. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങളാണ്, പിന്നെ നിങ്ങൾ കേട്ട് ചിരിക്കുകയൊന്നും ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്നു. ഓക്കെ, പുറത്തുള്ളവർക്ക് ആർക്കൊന്നും ഇത് അയച്ചു കൊടുക്കരുത്. ചുമ്മാ ആരെങ്കിലും എന്നെ, ഞാൻ ഈ ഗവൺമെന്റ് കാര്യവും ഭരണകാര്യവും പൊളിറ്റിക്സും ഒക്കെ പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ ക്ലിപ്പിടാൻ വരും, കുഴപ്പമൊന്നുമില്ല, ജയിലിൽ പോകാനൊന്നും എനിക്ക് മടിയൊന്നുമില്ല. ഇനി ആയുഷ്കാലം മൊത്തം ജയിലിൽ കിടന്നാലും മടിയൊന്നുമില്ല, എന്തായാലും ഒരിക്കൽ ചാവണമെന്നറിയാം. പിന്നെ പാമ്പ് കടിച്ച് ചാവുന്നതിനേക്കാളും പേപ്പട്ടി അടിച്ച് ചാവുന്നതിനേക്കാളും ആന ഒത്തി ചാവുന്ന നല്ലെന്ന് വിശ്വസിക്കുന്നതാണ്. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമല്ലോ. അപ്പോൾ നമുക്കെന്ന് പറയുക 1498 മെയ് മാസം 21 വാസ്കോഡി ഗാമ കോഴിക്കട്ടത്തിൽ കാപ്പാട് എന്ന് പറയുന്ന കടൽപ്പുറത്താണ് എത്തിയെന്ന് നമുക്കറിയാം. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയുമായി ബന്ധം സുഗമമാക്കുന്നതിനായി കടൽ മാർഗം കണ്ടുപിടിച്ച പരിശ്രമത്തിൽ പോർച്ചുഗീസുകാരുടെ വിജയം ഇന്ത്യ ചരിത്രത്തിന്റെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന സംഭവമായി ഭാവിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയിൽ ആദ്യം വരുന്ന വിദേശികളാരാണ്? പോർച്ചുഗീസുകാരാണ്. 1498 പോർച്ചുഗീസുകാരിന്റെ. അതിനൊരു കാരണമുണ്ടായി. നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ റീഫോർമേഷൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റിനേസൻസ് എന്ന് വായിച്ചിട്ടുണ്ട്. റിനേസൻസ്, നവോത്ഥാനം എന്ന് കേട്ടിട്ടുണ്ടോ? നവോത്ഥാനം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് നവോത്ഥാനം? കേരളത്തിന്റെ നവോത്ഥാനം, കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത്. ഗ്ലോബൽ ലെവലിൽ നവോത്ഥാനം 14-15 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലുണ്ടായ ഒരു അപ്ഹിവൽ, റിവൈവൽ, ഓർ ഇൻ എ സെൻസ് അവരുടെ വേ ഓഫ് തിങ്കിങ്ങിൽ ഒക്കെ ഉണ്ടായ ഭയങ്കര ആ ഒരു പെർസ്പെക്റ്റീവൽ ചേഞ്ച് ആണ്, അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ് ഈ നവോത്ഥാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് കാരണങ്ങൾ പലതാണ്. ആർക്കെങ്കിലും ഒരു കാരണം പറയാമോ? നിങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഇസ്ലാമിന്റെ ചരിത്രം ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. AD 570 ആര് ജനിക്കുന്നത്? മുഹമ്മദ് ജനിക്കുന്നത്. 632 ആ മനുഷ്യൻ മരിച്ചുപോയി. 62 വയസ്സ്, 61 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പോ ആ പുള്ളിക്കാരൻ സൗദി അറേബ്യയിൽ മക്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഖുറൈശി എന്ന് പറയുന്ന ഒരു ട്രൈബിൽപ്പെട്ട ആളായിരുന്നു. 360 വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ട്രൈബായിരുന്നു. അതിലൊരു വിഗ്രഹത്തിന്റെ പേരായിരുന്നു അള്ളാഹു. അള്ളാഹു എന്ന് പറയുന്ന ഖുറൈശികളുടെ ദൈവത്തിന് 3 പെൺമക്കളുണ്ടായിരുന്നു. ലാത്ത, മനാത്ത, ഉസ്സ എന്ന് പറയുന്ന 3 പെൺമക്കളുണ്ടായിരുന്നു. ഇദ്ദേഹം ആദ്യം യഹൂദന്മാരുമായി സഹകരിച്ചു. ഇയാളുടെ കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ക്രിസ്ത്യാനികളെ അറിയാമായിരുന്നു, യഹൂദന്മാരെ അറിയാമായിരുന്നു. പ്രത്യേകിച്ച് മക്കയിലുണ്ടായിരുന്ന ബെനെ ഇസ്രായേൽ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് നല്ല പരിചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു 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 കേന്ദ്രീകൃത മതവും അങ്ങനെ ഒരു വിശ്വാസവും അവരുടെ മോറൽ സ്റ്റാൻഡേർഡും ഒക്കെ ഇയാളെ ഹഠാത് ആകർഷിച്ചു. ഈ മനുഷ്യനും അതുപോലെ ആ മതത്തിന്റെ ഭാഗമാകാൻ ശ്രമം നടത്തി. അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയാകാനല്ല യഹൂദനാകാനാണ് അയാൾ ശ്രമിച്ചത്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊരു റേസിസ്റ്റ് റിലിജിയൻ ആണല്ലോ. കാരണം ഒരു സമൂഹത്തിൽ ആ ഒരു ജാതി അല്ലാതെ വേറൊരാരെയും
ഒക്കെ മതാനുസാരികൾ എന്ന് പറയുന്നവർ പിൽക്കാലത്ത് മതം സ്വീകരിച്ചെങ്കിലും അവരെ എപ്പോഴും ജാതികളായിട്ട് തന്നെയാക്കാൻ തരുന്നത്. അവര് പള്ളി വരുമ്പോൾ പോലും ആലയത്തിൽ വരുമ്പോൾ പോലും ജാതികളുടെ പ്രാകാരം എന്ന് പറഞ്ഞ ഒരു പ്രാകാരം പോലും അവർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിരുന്നു. എല്ലാ യഹൂദനും വരുന്ന പ്രാകാര ഭാഗത്ത് ആർക്ക് വരാനൊക്കത്തില്ല, ജാതികൾക്ക് വരാം. ജാതികൾ എന്ന് പറയുന്ന പുറത്തുള്ള ജാതികളെ അല്ല ഉദ്ദേശിക്കുന്നത്. ജാതികളിൽ നിന്ന് യഹൂദമതം പറ ജാതികളിൽ നിന്ന് യഹൂദമതം സ്വീകരിക്കുന്നവർ, അവരെ വിളിക്കുന്നവര് പ്രോസലൈറ്റ് ജ്യൂസ് എന്നാണ്. മതാനുസാരികൾ എന്ന പുസ്തകപ്പെടുത്തി 6-ാം അധ്യായത്തിൽ പറയുന്ന സാധനം. മതാനുസാരിയായ അലക്സാണ്ട്രിയക്കാരൻ നിക്കോലാവാസിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? മതാനുസാരി എന്ന് വായിച്ചിട്ടുണ്ടോ? വേദപുസ്തകത്തിലുള്ള ഒരു വാക്കാന്നേ. ഉണ്ടോ? മിണ്ടാത്തേ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പോയി. എന്തെങ്കിലുമൊക്കെ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയേ. ശബ്ദം കലുഷിതമാവുകയാണെങ്കിൽ ഞാൻ പറയാം മ്യൂട്ട് ചെയ്യാൻ. നിങ്ങളുടെ ഇടയ്ക്കൊക്കെ പ്രതികരിക്കാമെങ്കിൽ ഒരു സുഖമുണ്ട്. അപ്പൊ മതാനുസാരി എന്ന് പറയുന്ന അങ്ങനെ മതം സ്വീകരിച്ചു വരുന്ന യഹൂദന്മാരിൽ യഹൂദമതം സ്വീകരിച്ചു വരുന്ന ജാതികൾക്ക് വേണ്ടി പ്രാകാരത്തിൽ ഒരു പർട്ടിക്കുലർ പോർട്ടിക്ക ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് വരാൻ പറ്റത്തില്ല. എല്ലാ യഹൂദന്മാർക്കും വരുന്നിടത്ത് അവർക്ക് വരാൻ പറ്റത്തില്ല. സ്ത്രീകൾക്ക് വേറെ പോർട്ടിക്കയായിരുന്നു, പ്രാകാരമായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് യഹൂദമതത്തിലേക്ക് ഇയാളെ വന്ന് അവരടുപ്പിക്കുമോ? അയാൾ ആദ്യം നോക്കി. അയാൾ ഒരു പുതിയ മതമുണ്ടാക്കാൻ തീരുമാനിച്ചു. ആളിനെ കൂട്ടാൻ നോക്കിയപ്പോൾ അയാളുടെ നാട്ടുകാരും, പ്രത്യേകിച്ച് ഖുറൈശി ട്രൈബിൽ ഹഷിമൈറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാൻ ഉണ്ടായിരുന്നു. ആ ക്ലാനിൽപ്പെട്ടവരായിരുന്നു അയാള്. നിങ്ങൾക്കറിയാലോ, ഒരു ട്രൈബിൽ തന്നെ പല ക്ലാൻ വരും. നമ്മുടെ സമൂഹത്തിൽ അധികം ഇല്ല. നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയുള്ള ഹഷിമൈറ്റ് എന്ന് പറഞ്ഞ ക്ലാനിൽപ്പെട്ട ആളായിരുന്നു ആര്? മുഹമ്മദ്. അവസാനം അയാൾ പരമാവധി ശ്രമിച്ചിട്ട് 10-50 വിശ്വാസികളെ 50 ഫോളോവേഴ്സിനും ഉണ്ടാക്കി. പക്ഷേ അയാൾ യഹൂദന്മാരെ അടുപ്പിച്ചില്ല. അവസാനം എന്ത് പറ്റി? അടുപ്പിക്കാതെ വന്നപ്പം അയാൾ സ്വന്തമായിട്ടൊരു മതവും ഉണ്ടാക്കി. മതത്തിലേക്ക് ആളെ ചേർത്തു. അയാളുടെ അമ്മായിപ്പനെ അബൂബക്കറിനെ ആദ്യം ചേർത്തു, ഐഷാടെ അപ്പനെ. പിന്നെ അങ്ങനെ പലരും ആദ്യം അവസാനം 19 പേരായപ്പോ ഇവരെ തല്ലിക്കൊല്ലാൻ ഖുറൈശി ട്രൈബുകാർക്ക് അവർ സമ്മതിക്കത്തില്ല. അവരവല്ലാണ്ട് തല്ലിക്കൊല്ലാൻ ശ്രമിച്ചു. ഇയാൾ അവസാനം ഓടി രക്ഷപ്പെട്ടു. ഓടി യത്തീബിലേക്ക് അല്ലെങ്കിൽ മെദീനയിലേക്ക് പോയി. മെദീനയിൽ പോയിട്ട് അവിടെ നിന്ന് അയാൾ ഇതൊക്കെ വളർന്നു. അവിടെയും പിന്നെയും ആളുകളെ ഈ മറ്റു ട്രൈബിളെ, പ്രത്യേകിച്ച് ട്രൈബൽ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ട്രൈബിനെ കൊള്ളയടിച്ചാൽ മറ്റൊരു ജീവിക്കുന്നത്. അങ്ങനെ യുദ്ധങ്ങളും കൊള്ളകളും ഒരു പുരുഷായുസിൽ 10 എത്ര യുദ്ധം നടത്തി എനിക്ക് 10-60 യുദ്ധമെങ്കിലും നടത്തി കാണും. അങ്ങനെ രാജ്യങ്ങളെ മുഴുവൻ കീഴടക്കി വലിയ വളർന്ന് യഹൂദ മതത്തിനെതിരായി ഒടുവിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു ശക്തമായ മതമായി വളർന്നു. ഈ ശക്തമായ മതമായി വളർന്നിട്ട് 631 അയാൾ മരിക്കുമ്പോഴേക്കും അയാൾക്ക് ശേഷം അബൂബക്കർ ഖലീഫയായി. അവർ പിന്നെയും മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തുടങ്ങി. അന്ന് ഈസ്റ്റേൺ രാജ്യങ്ങൾ മുഴുവൻ ഒരുതരം ക്രിസ്തീയ ലോകമായിരുന്നുകൊണ്ട് ആർക്കും വലിയ പട്ടാളക്കാരൊന്നുമില്ല, യുദ്ധങ്ങളുടെ ആവശ്യമില്ല, വലിയ യുദ്ധങ്ങളൊന്നുമില്ല. സമാധാന മതമായ ക്രിസ്ത്യ മതമാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് വിദേശനായ ഒരുത്തൻ വലിയ സൈന്യമായിട്ട് അറ്റാക്ക് ചെയ്താൽ ഈ ക്രിസ്ത്യാനികൾ പകച്ചു പോകത്തുള്ളൂ. കാരണം അവര് ദൈവവിശ്വാസികളാണ്, അവർ സമാധാന മാർഗ്ഗക്കാരാണ്. അതുകൊണ്ട് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും ഒന്നും വലിയ സൈന്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആക്രമിച്ച് ഇവർക്കുള്ള ഗുണം മുഹമ്മദിന്റെ കാലം മുതലേ കൂടെ വന്ന് ആക്രമിക്കുന്നവരോട് പറയും, നിങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുന്ന ആളുകളെ കൊന്നു കഴിഞ്ഞാൽ അവരുടെ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ സ്വന്തമാണ്. അങ്ങനെ സ്ത്രീകളെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം. അങ്ങനെ മണ്ണും പെണ്ണും പണവും ഒരുപോലെ ഓഫർ ചെയ്തപ്പോൾ ചാകാൻ തയ്യാറായി. ഒരു വലിയ മിലിറ്റന്റ് സൈന്യമായി അവർ ആക്രമിച്ച് ഈജിപ്തിനെ ആക്രമിച്ചു, യെരുശലേമിനെ ആക്രമിച്ചു. അങ്ങനെ അവർ ഈ ഈസ്റ്റേൺ നേഷൻസ് മുഴുവൻ അവർ കീഴടക്കി. ഇറാൻ, ഇറാഖ്, സിറിയ, ഈജിപ്റ്റ് മുഴുവൻ അവർ കൈക്കലാക്കിയിട്ട് ഒടുവിൽ അപ്പോഴത്തേക്ക് അവരുടെ ഇടയിൽ വളർന്നു വന്ന ഒരു സമൂഹമായിരുന്നു തുർക്കികൾ എന്ന് പറയുന്ന ഒരു മുഹമ്മദീയ ഗ്രൂപ്പായിരുന്നു. അവർ കൂടുതൽ ശക്തരായി. ഇന്നും ശക്തരായ ഒരു ഗ്രൂപ്പാണ് ആര്? തുർക്കികൾ. നിങ്ങൾക്കറിയാം തുർക്കിയെന്ന്. അങ്ങനെ അവർ ശക്തരായിട്ട് 1453 തോന്നുന്നു. 1453 എൻ്റെ ഓർമ്മ. വർഷം കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ശരിയാണ്. 1453 കാലയളവായപ്പോഴേക്കും തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ, അതായത് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുടെ, പേർഷ്യൻ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പവിത്രമായി കരുതിയിരുന്ന, ഏറ്റവും കേന്ദ്രമായി കരുതിയിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്ന് അതിന്റെ പേര് ഇസ്താംബൂൾ എന്നാണ്, അവർ പിടിച്ചടക്കി. ഈ തുർക്കിയിൽ 99% ക്രിസ്ത്യാനികളായിരുന്നു. കഴിഞ്ഞ 525 വർഷമായി അല്ലെ 550 വർഷമായി ജീനോസൈഡ്. നിങ്ങൾക്കറിയാം, 1924
ഒന്നാം ലോകമഹാനം അവസാനം, ഒന്നാം ലോകമെത്ത ലോകരാജ്യങ്ങൾ മുഴുവൻ യുദ്ധങ്ങളിലും ഒന്നാം ലോകമായ രാജ്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ടർക്കികൾ ഈ 20-ാം നൂറ്റാണ്ട് ടർക്കികൾ 15 ലക്ഷം കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ കൊന്നൊടുക്കി, ഇല്ലാതാക്കി, ജീനോസൈഡ് നടത്തി. അങ്ങനെ ടർക്കിയിൽ നിന്ന് ക്രിസ്ത്യാനികളെ മുഴുവൻ തുടച്ചു നീക്കി. ഇന്ന് ടർക്കിയിൽ 99% മുസ്ലിങ്ങളാണ്. നോക്കണം, 550 വർഷം കൊണ്ട് 99% ക്രിസ്ത്യാനികളായിരുന്നു രാജ്യത്തെ എന്താക്കി? 99% മുസ്ലിങ്ങളുള്ള രാജ്യം. വേർ ആർ ദോസ് ക്രിസ്ത്യൻസ്? എൻ്റെ അനുജനും കുടുംബവും അവിടെ വിസിറ്റിന് പോയിട്ടുണ്ട്. എൻ്റെ അനുജന്റെ 2 പെൺമക്കളുണ്ട്. ഒന്നിന് 19 വയസ്സ്, ഒന്നിന് 21 വയസ്സ്. അവർ രണ്ടുപേരും തുർക്കിയിൽ 1 വർഷം അണ്ടർഗ്രൗണ്ടിൽ സുവിശേഷ പ്രവർത്തകരായിരുന്നു ആ രാജ്യത്ത്. അവർ പോയി പൗലോസിന്റെ ജന്മസ്ഥലമായ തർസോസ്, ആ സ്ഥലങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഇവിടെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടതിന്റെ ചരിത്രങ്ങൾ, ഉടഞ്ഞു തകർന്ന പള്ളികൾ. ഈ അടുത്ത സമയത്ത് 2 വർഷത്തിന് മുമ്പ് ഹാഗിയ സോഫിയ എന്ന് പറയുന്ന, അതായത് പത്രോസിന്റെ അരമന എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന ഒരു വലിയ ക്രിസ്തീയ ദേവാലയം മുസ്ലിങ്ങൾ കോടതി വിധിയിലൂടെ കൈക്കലാക്കി, അവരത് മോസ്കാക്കി. പുരാവസ്തുക്കളായി സൂക്ഷിക്കുവാനായിരുന്നു കേണൽ പാഷ എന്ന് പറയുന്ന കമാൽ പാഷ ഈ തുർക്കികളുടെ ഈ അതിപ്രസവത്തിനെതിരെ രംഗത്ത് വന്ന് കുറെ നാൾ ഭരണം നടത്തി. ഒരുമാതിരി ഒരു ലിബറൽ ഭരണം നടത്തി. ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നില വന്നു. ആ സമയത്ത് ഹാഗിയ സോഫിയ എന്നൊക്കെ പറയുന്ന ഒരു പുരാവസ്തു കേന്ദ്രം പോലെ ഒരു പഴയ പള്ളി നിർത്തുമായിരുന്നു. അവിടെ കൂടാൻ പള്ളിയിൽ ക്രിസ്ത്യാനികളൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ എർദോഗൻ ഭയങ്കര തീവ്രമായ ഒരു വർഗീയവാദിയാണ്. ആ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എർദോഗന്റെ നേതൃത്വത്തിൽ ഈ പള്ളി പിടിച്ചെടുത്തു, ക്രിസ്തീയ പള്ളി പിടിച്ചെടുത്തിട്ട് അനേക ബിഷപ്പുമാരെ വാഴിച്ച, അനേക ദൈവമക്കൾ ആരാധിച്ച ആ പള്ളി അവർ കൈക്കലാക്കി. ഇന്നത് മോസ്കാണ്. എന്നെങ്കിലും തുർക്കിയിൽ നിങ്ങൾക്ക് പോകാൻ അവസരം വരുന്നെങ്കിൽ ഹാഗിയ സോഫിയ സന്ദർശിക്കൂ. അതിന്നൊരു മോസ്കാക്കി. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞനുസാരം 1453 എക്സാക്ട്ലി ഡേറ്റ് അതാണെന്ന്, എന്തായാലും 15-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ മധ്യത്തിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അവിടെയുള്ള ക്രിസ്ത്യാനികളെല്ലാം നശിപ്പിച്ച് കൊന്നൊടുക്കി. ഇസ്ലാം ഓർ വാൾ, ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് പോകും. അതല്ലെങ്കിൽ നിങ്ങൾ, അവർ മുഹമ്മദിന്റെ ഭാഷയിൽ, ഖുറാന്റെ ഭാഷ പറഞ്ഞാൽ, അവർ നിങ്ങൾക്ക് അടിമയായി കീഴടങ്ങി ജസിയ എന്ന് പറയുന്ന ഹെഡ് ടാക്സ്, നിങ്ങൾക്ക് പ്രത്യേക ടാക്സ്, നിങ്ങൾ ക്രിസ്ത്യ മതം ജീവിച്ച് തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെവി ടാക്സ് കൊടുക്കണം. ഈ 20-ാം നൂറ്റാണ്ട് തുടക്കം വരെ ഈജിപ്തിൽ അത് ഉണ്ടായിരുന്നു. എന്നാൽ 20-ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് ക്രിസ്ത്യാനികളായ ഈജിപ്തുകാർക്ക് ഹെഡ് ടാക്സ് എന്ന് പറയുന്ന ജസിയ കൊടുക്കണ്ട എന്ന നിയമം വരികയും അവർ സാധാരണ പൗരന്മാരെ പോലെ സാധാരണ ടാക്സ് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ഇസ്ലാമിക് വേൾഡിലെല്ലാം ക്രിസ്ത്യാനികൾ, മറ്റിതര മതക്കാർ, അവരെന്ത് ചെയ്യണം? അവിടെ അവരുടെ മതം വിശ്വസിച്ച്, അവരുടെ ദൈവത്തെ വിശ്വസിച്ച് പോകണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണമായിരുന്നു? ജസിയ കൊടുക്കണമായിരുന്നു. ഞാൻ ഇസ്ലാം മതം പഠിച്ച ഒരാളാണ്, പഠിപ്പിക്കുന്ന ഒരാളാണ്, എൻ്റെ നോട്ട്സ് തയ്യാറാക്കിയ ഒരാളാണ്. അബൂബക്കറിന്റെ കാലത്ത് ഉണ്ടാക്കിയ ഒരു ട്രീറ്റി വായിച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല, ഞെട്ടിപ്പോകും. നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുക, നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, ഒരു മുസ്ലിം വഴിപോക്കൻ വരുന്നു, അയാൾക്ക് രാത്രിയായി പോകാൻ പറ്റുന്നില്ല, അയാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളുടെ വീട്ടിലെ ബെസ്റ്റ് ബെഡ് അയാൾക്ക് ഒഴിഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ വീട്ടിലെ ബെസ്റ്റ് ഫുഡ് അയാൾക്ക് കൊടുക്കണം, അയാൾ അതിഥിയായി സ്വീകരിക്കണം. അത് ഏതായാലും മുസ്ലിം ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മളെല്ലാവരും കൂടെ ഒരിടത്ത് ഒന്നിച്ചിരിക്കുകയാണ്. അബൂബക്കറിന്റെ നിയമം അതിന്റെ ലോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന, ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മുസ്ലിം അവിടേക്ക് വരും, അയാൾക്കൊന്ന് ഇരിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾ സീറ്റ് മാറി അയാൾക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നില്ലേ, നിങ്ങളെ വെട്ടിക്കൊല്ലാം. എന്തൊക്കെ നിയമങ്ങളാണ്! ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതിന്റെ മെറ്റീരിയൽ, അത് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് ആ പാക്ട് ഉണ്ടാക്കി, അതിന് ഡിമിറ്റ്യൂഡ് എന്നാ പറയുന്നത്. ഡിമിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ടെർമിനോളജിയിൽ ഉണ്ടാക്കിയ ഈ പാക്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഞാൻ പറഞ്ഞനുസാരം അങ്ങനെ ഒരു വല്ലാത്ത കഷ്ടത്തിലൂടെ കടന്നുപോയി. പുതിയ പള്ളികൾ പണിയാൻ പറ്റത്തില്ല, പഴയ പള്ളികൾ കേടുപാട് തീർക്കാൻ പറ്റത്തില്ല. എക്സിസ്റ്റിംഗ് പള്ളികൾ നിലനിർത്തിക്കണം, അത് തകർന്നു കഴിഞ്ഞാൽ തീർന്നു. പുതിയ പള്ളികൾ പണിയാനൊക്കത്തില്ല. ഒരു നോൺ മുസ്ലിമിനോട് അല്ലെങ്കിൽ മുസ്ലിമിനോട് സുവിശേഷം പറയാൻ പറ്റത്തില്ല, നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു നോൺ മുസ്ലിമിനോട് സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾ അകത്താവും, നിങ്ങളുടെ തല പോകും. എന്നാൽ മറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മുസ്ലിം ആയാൽ അയാൾക്ക് സകല പ്രൊട്ടക്ഷൻ കൊടുക്കണം, ഒറ്റിക്കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ആ നിയമം വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇവരിന്ന് ഈ കാണുന്ന ഇസ്ലാമിസ്റ്റുകൾ സഹോദരിയും സ്നേഹവും എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. സത്യത്തിൽ ഖുറാൻ അതേപടി പിന്തുടർന്ന യഥാർത്ഥ മുസ്ലിമാൻ ബിൻ ലാദനായിരുന്നു. യഥാർത്ഥ മുസൽമാനായി ജീവിച്ച ആളായിരുന്നു ബിൻ ലാദൻ. ഓക്കെ, ഞാൻ എൻ്റെ പ്രമേയത്തിലേക്ക് മടങ്ങി വരാം. അങ്ങനെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ സംഭവിച്ചത്, യൂറോപ്യൻസിന് ഈസ്റ്റേൺ കൺട്രീസുമായിട്ട് ഭയങ്കര ബിസിനസ് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. വ്യാപാര ബന്ധങ്ങൾ ആനക്കൊമ്പ്, മോലരുക്ക്, അതുപോലെ തന്നെ സ്പൈസസ്, കുരുമുളക്, പെപ്പർ, അതുപോലെ തന്നെ കാഡമം, അതുതന്നെ
അതുപോലുള്ള ഈ സ്പൈസസ് അതൊക്കെ യൂറോപ്പിലേക്ക്, അതുപോലെ തന്നെ മറ്റ് ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിൽ അക്കാലത്തുണ്ടായ ഭക്ഷ്യക്ഷാമ നിമിത്തം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെ വന്നു, ഇവിടുന്ന് ഭക്ഷണ സാധനങ്ങൾ വേണ്ടി വന്നു. അങ്ങനെ അവർക്ക് വലിയ വ്യാപാരങ്ങൾ നടത്തുവാൻ അവർ കരമാർഗം വന്നുകൊണ്ടിരുന്ന തുർക്കി വഴിയായിരുന്നു അവർ ഏഷ്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, ഏഷ്യയും യൂറോപ്പിനും ഇടയ്ക്കുള്ള ഒരു ഇടനാഴിയാണ് എന്ത് അറിയാമോ? ഏഷ്യ യൂറോപ്പ് കോണ്ടിനെന്റ്സിനെ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണ് എന്ത്? സൂയസ് കനാൽ. ടർക്കി. അതല്ല, അത് കടലല്ലേ. ടർക്കി എന്ന് പറയുന്ന കരമാർഗം ടർക്കി വഴിയായിരുന്നു. അങ്ങനെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ബിസിനസിന്റെ വഴി അടഞ്ഞു. അപ്പൊ പിന്നെ മാർഗം കടൽ വഴി ഉള്ളൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ കടൽ വഴി ഇന്ത്യയിൽ എത്തുവാൻ അന്ന് പായ്ക്കപ്പലുകൾ, മോട്ടോർ എഞ്ചിനൊന്നുമില്ല, പായ്ക്കപ്പലുകളിൽ കാറ്റിന്റെ സഹായത്തോടെ ഇന്ത്യൻ തീരത്തെത്തുവാനായിട്ട് ശ്രമം നടത്തി. അങ്ങനെ നടത്തിയ ശ്രമങ്ങൾ അനേക ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായി. ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞു വന്ന കൊളംബസ് അമേരിക്കയിലെ ന്യൂഡ് ഫൗണ്ട് ലാൻഡിന്റെ തീരത്തെത്തി. അവിടെയുള്ള ആളുകൾ ചുമന്നിരിക്കുന്ന കണ്ടിട്ട് അയാൾ വിചാരിച്ചു, ഇവർ ഇന്ത്യയാണ് ഞാൻ എത്തിയത്, അതുകൊണ്ട് അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അങ്ങനെ പലവരും യാത്ര ചെയ്ത മഗല്ലൻ എങ്ങനെ കറങ്ങി ലോകം മൊത്തം കറങ്ങി. അയാൾ പോയി എവിടെ കണ്ടു? ഫിലിപ്പീൻസ് കണ്ടുപിടിച്ചു. കുക്ക് എന്ന് പറയുന്ന ആൾ പോയി ആസ്ട്രേലിയ കണ്ടുപിടിച്ച്. എന്തായാലും കറങ്ങി വട്ടം കറങ്ങി അവസാനം ഒരാൾ വാസ്കോഡിഗാമ എവിടെ വന്നു? കേരളത്തിൽ വന്നു, കോഴിക്കോട്ട് വന്നു, കോഴിക്കോട്ട് കടപ്പുറത്ത് വന്നു. അങ്ങനെ അങ്ങനെ അവരൊരു വഴി കണ്ടുപിടിച്ചു ഇന്ത്യയിലേക്ക് വരുവാൻ. അങ്ങനെ ഇന്ത്യയിലേക്ക് വരുവാൻ വഴി കണ്ടുപിടിച്ച് ഇന്ത്യയുടെ തെക്കൻ തീരം ചുറ്റി ആഫ്രിക്കയിലേക്ക് പോകാൻ വഴി കണ്ടുപിടിച്ചു. അങ്ങനെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിലേക്കുള്ള വഴി കണ്ടുപിടിക്കുകയും കടൽ മാർഗമുള്ള അങ്ങനെ ഒത്തിരി ജോഗ്രഫിക്കൽ ഡിസ്കവറീസ് നടത്തി. ഇങ്ങനെ ഇന്ത്യയിൽ വന്ന പോർച്ചുഗീസുകാർ അവിടെ ബിസിനസ് ആരംഭിച്ചു. ഇതൊക്കെ അവർ ഗോവ കൈക്കലാക്കി. ഞാൻ വേഗം മുൻപോട്ട് പോകുന്നു. ഈ പോർച്ചുഗീസുകാരുടെ അവർ ഇന്ത്യ ചരിത്രത്തെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന സംഭവമായി പരിണമിച്ചു. പോർച്ചുഗീസുകാരുടെ ആഗമന ഉദ്ദേശം വ്യാപാരം എന്നുള്ളതായിരുന്നെങ്കിലും സ്ഥിരമായ വ്യാപാര വളർച്ചയ്ക്ക് കോളനികൾ സ്ഥാപിക്കേണ്ടത്. എന്തിന് കോളനി സ്ഥാപിക്കണം? അവർക്ക് ഇവിടെ നിന്നുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് യൂറോപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആ സമയമായപ്പോഴേക്കും വ്യാപകമായി വലിയ വ്യവസായ ശാലകൾ ഉണ്ടായി വന്നു. അപ്പൊ ആ വ്യവസായ ശാലകളിൽ അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വന്നു. ഈ അസംസ്കൃത വസ്തുക്കൾ കോളനികളിൽ നിന്ന് ശേഖരിക്കുവാൻ തുടങ്ങി. നമ്മുടെ ഈ ലളിത ഭാഷ പറഞ്ഞ ഇന്ന് കേരളത്തിലുള്ള നമ്മുടെ എന്തിന് കമ്പോളവാ രാവിലെ കൂടുമല്ലോ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവരുവാൻ. കൃഷിമിത്രയുടെ അല്ലാതെയുള്ള കമ്പോളങ്ങളുണ്ട്. എന്താണ് പറയുന്നത്? വിപണി പോവാന്ന് പറയുമ്പോ അങ്ങനെ വിപണികൾ, അതുപോലുള്ള കോളനികൾ ഉണ്ടാക്കി ഈ സാധനങ്ങൾ കളക്ട് ചെയ്തു യൂറോപ്പിലേക്ക് കയറ്റേക്കും. അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ ഫാക്ടറികൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കും. എന്നിട്ട് അത് ഇന്ത്യയെ തിരിച്ചുകൊണ്ടുവന്ന് വിൽക്കും. ഭയങ്കര ലാഭം ഉണ്ടാക്കും. ഒരു തരം ഹെജുമണിയായിരുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പരുത്തി, ഇവിടുത്തെ സാധനങ്ങൾ ബ്രിട്ടീഷുകാരിലേക്ക് പാർഷ്യസരൊക്കെ ഇന്ത്യ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാമോ? അതായത് ഞെട്ടിപ്പോന്നൊരു കാര്യം ഞാൻ പറയാം. ഈ മുഗൾ സാമ്രാജ്യം, മുഗൾ രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് ഒരു ഇന്ത്യൻ രൂപ കൊടുത്താൽ $4 കിട്ടുമായിരുന്നു. വാവ്! Can you imagine? അന്ന് ലോകത്തിലെ സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. നമുക്കുണ്ടായിരുന്ന ഇന്ത്യ വാസ് എ നേഷൻ സിറ്റിംഗ് അപ്പോൺ എ ഗോൾഡൻ ബെഞ്ച് എന്നാ പറഞ്ഞു. അത്ര സമ്പന്നമായ രാഷ്ട്രം. അതായത് കൃഷി, ഇത്രയും വൈവിധ്യമാർന്ന ഭൂപ്രകൃതി, വ്യത്യസ്തങ്ങളായ കാർഷികോൽപ്പന്നങ്ങൾ, എല്ലാ മിനറൽസ്, മെറ്റൽസ്, എല്ലാത്തിനും പേരുകെട്ട ഒരു രാജ്യമായിരുന്നു. കാലാവസ്ഥ, എല്ലാ തരത്തിലുള്ള കാലാവസ്ഥ ഇവിടെയുണ്ട്. അങ്ങനെ മനോഹരമായ ഒരു ഇന്ത്യൻ രൂപ കൊടുത്താൽ $4 കിട്ടുന്ന നിലയിലേക്ക് സമ്പന്നമായിരുന്നു നമ്മുടെ രാജ്യം. ബ്രിട്ടീഷുകാർ വന്നപ്പോ ഇവിടെ നമ്മുടെ ബേസിക് തൊഴിലായിരുന്നു ഈ വസ്ത്രോൽപാദനം, പരുത്തി കൃഷി, വസ്ത്രോൽപാദനം, അതുപോലുള്ള ജൂട്ട്, ഇതുപോലുള്ള ഭയങ്കര എല്ലാം എന്താണ് പറയുന്നത്, നമ്മുടെ നമ്മുടെ ഇന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ, അയൽക്കൂട്ടമോ, ചെറുകിട വ്യവസായം, അയൽക്കൂട്ടം ഉണ്ടല്ലോ. ഇപ്പോഴത്തെ നമ്മുടെ പുതിയ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീകളെല്ലാം കൂടെ അയൽക്കൂട്ടം തന്നെ, കുടുംബശ്രീ. ഇങ്ങനെ കുടുംബശ്രീ പോലെ ചെറിയ ചെറിയ ബിസിനസ് സംരംഭങ്ങൾ, കുടുംബശ്രീ, ഇങ്ങനെയുള്ള സംരംഭങ്ങൾ, എല്ലാവരും സമ്പന്നരായി.
യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടങ്ങൾ വരുമെങ്കിലും ജീവിക്കാൻ ഒതുങ്ങുന്ന രീതിയിലൊക്കെ ജീവിച്ചു. പക്ഷേ ഇവിടുത്തെ വ്യവസ്ഥിതി മോശമായിരുന്നു. അടിമ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. ദളിതനും ചണ്ടാളനും ഒക്കെ പഞ്ചമാസവും ഒക്കെ ജീവിക്കാൻ ഭാരപ്പെട്ടൊരു തലം. എങ്കിൽ പോലും സാമ്പത്തികമായി മുന്നേറ്റം നേടിയ രാജ്യത്തിന്റെ ആളോഹരി വിധി നോക്കി കഴിഞ്ഞാൽ വലിയ സമ്പന്നമായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും, ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ ഈ തിരുവനന്തപുരത്തെ നമ്മുടെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അറകൾ തുറന്നപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ? അറകൾ തുറന്നപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയില്ലേ? ഇന്ത്യ മുഴുവൻ 4 ഇന്ത്യ മേടിക്കാനുള്ള സ്വത്തല്ല അതിനകത്ത് ഇരിപ്പുണ്ട്. 4 ഇന്ത്യ വാങ്ങാനുള്ള സ്വർണവും അതിനുള്ള സാധനങ്ങൾ, മൂല്യമുള്ള വസ്തുക്കൾ അറകളിൽ ഇരിപ്പുണ്ട്. അത് പുരാവസ്തുക്കളായി സൂക്ഷിക്കുന്നു. കുറെ പേർക്ക് മോട്ടിക്കാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ സംവിധാനമൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞൊരു സാരം അത്രമാത്രം തിരുവിതാംകൂർ പറയുന്ന ഒരു രാജ്യമാണ്. ഒരു രാജ്യം, ഒരു കൊച്ചു രാജ്യം, നാട്ടുരാജ്യം. ഈ ഇവിടെ നമ്മുടെ എവിടെ വരെ വരും? കോട്ടയം വരെ വരുമായിരിക്കും. അപ്പോഴത്തേക്ക് പിന്നെ പോയില്ലയോ? എറണാകുളം ആയപ്പോഴത്തേന് ശക്തൻ തമ്പുരാനായി. അപ്പൊ അത്രയുള്ള ഒരു രാജ്യം. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യം ഇത്രയും സമ്പന്നമായിരുന്നെങ്കിൽ ഓർക്കണം. അന്ന് പിന്നെ വ്യത്യസ്ത കരങ്ങളുണ്ട്. മീശ വെക്കാനൊക്കത്തില്ല, മീശക്കരവുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് മറയ്ക്കാനൊക്കത്തില്ല. അതിനുള്ള കച്ചയ്ക്കുള്ള കരമുണ്ട്. കച്ച കെട്ടണോ അതിന് കരം, മീശക്കരം, തൊഴിൽക്കരം. ഇന്ന് ആ കരങ്ങളൊന്നും ഇല്ലല്ലോ. അന്ന് മീശ വെക്കണേ കരം കൊടുക്കണം. അങ്ങനെ തൊട്ടേനും പിടിച്ചതിനോ കരം. വസ്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ആളുകൾക്ക് എന്താ കാശ് കയ്യിലില്ലാത്തൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ആശാരി രാവിലെ പണിത വൈകുന്നേരം പോയി ഇരുന്ന് പണിതാലും അവന് 2 അടങ്ങടി നെല്ലോ അരിയാ കിട്ടുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ പഴയ കുടുംബങ്ങൾ വീടുകളൊക്കെ വലിയ തടിയൊക്കെ പണിത് ആശാരി അച്ഛനെ അങ്ങ് പണിയും. അതേ പണിയാണ്, കൂലിയില്ല, കാശില്ല. അപ്പൊ അങ്ങനെ ചിലപ്പോൾ കരം കൊടുക്കാനില്ലെങ്കിൽ ആളുകൾ വന്ന് പാർവത്യാരെന്നൊക്കെ നമ്മൾ പറഞ്ഞ വില്ലേജ് ഓഫീസർ വന്ന് വീട്ടിൽ വന്ന് കരമടച്ചില്ലെങ്കിൽ പറയും, നീ കരമടച്ചില്ലെങ്കിൽ മര്യാദ കരമടക്കണം, ഇല്ലേ നിന്റെ പേര് ഞാൻ 4 ഏക്കർ വസ്തു എഴുതി വിടും. അപ്പൊ 4 ഏക്കർ വസ്തു അവന്റെ പേരിലിട്ട് അടുത്ത പ്രാവശ്യം കരം പിരിക്കാൻ വരുമ്പോൾ ഈ 4 ഏക്കറിന്റെ വസ്തു കൂടെ അവരുടത്തേന് ആ വസ്തുവിന്റെ കരവും കൊടുക്കണം. പറയും എന്റെ പൊന്നു തരും. അന്ന് പാർവത്യാർ വില്ലേജ് വീട്ടിൽ വന്നാൽ കോഴിയൊക്കെ വെട്ടി ഇറച്ചിയും കൂട്ടി നല്ല ഒന്നാം തരം ചാപ്പാട് കൊടുത്ത് തൊട്ട് തൊഴുതു വിടും. കാരണം അയാൾ 10 ഏക്കർ ഭൂമി എഴുതി എന്റെ പേരിൽ ഇട്ടിട്ട് പോയാൽ അടുത്ത പ്രാവശ്യം കരം കൊടുക്കാൻ എന്റെ കാശില്ല. കരം കൊടുത്തില്ലല്ലോ, കുഴപ്പം എന്താണ്? മൂന്ന് പ്രതിവിധി. ഒന്നീ കരം കൊടുക്കണം, അല്ലെങ്കിൽ 3 അടങ്ങടി പുളിവെള്ളം കുടിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 40 അടി കൊള്ളണം, 40 ചാട്ടയടി കൊള്ളണം. കരം കൊടുക്കാൻ കാശില്ല, 40 ചാട്ടയടി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 3 അടങ്ങടി പുളിവെള്ളം കുടിക്കണം. അപ്പം ഇയാൾ പറയാം എന്റെ കരം തരാൻ കാശില്ല. എന്നാ പിന്നെ അടി കൊള്ളാമേ എന്ന് പറയും. 40 അടിയാ കൊള്ളണ്ടേ. ഒരു 10 അടി ആകുമ്പോഴത്തേക്ക് പൊളയും. അയാൾ പറയും വയ്യാ എനിക്ക് അടി കൊള്ളാൻ. എന്തോ ഞാൻ പുളിവെള്ളം കുടിക്കാമെന്ന് പറയും. അപ്പോൾ പുളിവെള്ളം കുടിക്കും. 3 അടങ്ങടി പുളിവെള്ളം കുടിക്കാൻ ആരെ കൊണ്ടാ വരുന്നത്? 2 ഗ്ലാസ് കുടിക്കാൻ പറയും എനിക്ക് വയ്യ കുടിക്കാൻ. എന്നാ പിന്നെ കരം കൊടുക്കടാ. എന്നാ പിന്നെ കരം കൊടുക്കാം, എങ്ങനെങ്കിലും ഞാൻ കരം തരാമെന്ന് പറയും. അങ്ങനെയാണെന്ന് മലയാളത്തിൽ ഒരു ഫ്രേസ് ഉണ്ടായത്, അടിയും കൊണ്ട് പുളിയും കുടിച്ച് കരവും കൊടുത്തു. നിങ്ങൾക്ക് ഇതൊന്നും വായിച്ചിട്ടില്ലേ? ഈ ചരിത്രമൊക്കെ വായിച്ചാൽ രസിക്കുന്ന ചരിത്രമാ. 40 കൊള്ളേണ്ടത് 10 അടിയും കൊണ്ടു, പിന്നെ പുളിവെള്ളം കുടിച്ചു, പിന്നെ അവസാനം എന്ത് ചെയ്തു? ഇത് ആദ്യമേ കരവും കൊടുത്തായിരുന്നെങ്കിൽ ഈ അടിയും കൊള്ളണ്ടായിരുന്നു, പുളിയും കുടിക്കണ്ടായിരുന്നു. ഇത് അടിയും കൊണ്ടു പുളിയും കുടിച്ച് അത് മലയാളത്തിലൊരു ഫ്രേസായി. വലിയ ചാട്ടമെല്ലാം ചാടി അവസാനം എല്ലാ ശിക്ഷയും കിട്ടി, അവസാനം കാശും കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു സംവിധാനം കേരളത്തിൽ. എന്നാലും സമ്പന്നമായിരുന്നു നമ്മുടെ രാഷ്ട്രം. അങ്ങനെയുള്ള രാഷ്ട്രത്തെ കുട്ടിച്ചോറാക്കി ബ്രിട്ടീഷുകാർ ഇവിടെ കൊള്ളയടിച്ചു. മൊത്തം നുള്ളിപ്പറക്കി അവർ കൊണ്ടുപോയി. ഇവിടുത്തെ ഇൻഡസ്ട്രീസ് അവർ തകർത്ത് നമ്മുടെ ഇൻഡസ്ട്രീസിനെയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി സമരം ചെയ്തപ്പോൾ ഈ നൂൽ നോക്കുന്ന സംവിധാനം തൊണ്ടെന്ന് തറി അല്ലെങ്കിൽ ചർക്ക വന്നതിന്റെ കാരണം തന്നെ ഇതാണ്. നമ്മുടെ പഴയ ഗ്രാമീണ വ്യവസ്ഥിതിയിലെ നെയ്ത്തിനെ പുനർജീവിപ്പിക്കാൻ. നമ്മുടെ വസ്ത്രം അവരുടെ വസ്ത്രമായിരുന്നല്ലോ. നമുക്കറിയത്തില്ല, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ചുവതല ഉടുക്കാൻ വസ്ത്രമില്ലായിരുന്നല്ലോ. നമ്മുടെ നാട്ടിൽ അന്ന് എൻ്റെ പപ്പയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, നമ്മുടെ നാട്ടിലുണ്ട് EMS ഭരണകാലത്ത് അരി തരാത്ത തുണി തരാത്ത ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലേ? കാരണം അന്ന് റേഷൻ കട വഴി ഈ കാക്കി തുണിയാ വരുന്നത്. കാക്കി തുണി അത് എല്ലാവർക്കും റേഷനാണ്. അന്നൊടുക്ക് നമ്മളിപ്പോ വലിയ ഗമയടിക്കുന്നത്, നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നമ്മൾ ആനയാ കൂനയാന്നൊക്കെ പറയുന്നു. ഒന്നുമില്ല. ഒരു 55, 70, 75 വർഷത്തിന് മുമ്പ് നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ മാതാക്കളും ഒക്കെ ഉടുത്തത് ഈ സൈസ് സാധനങ്ങളാ, കാക്കി തുണിയൊക്കെ ആയിരുന്നു. അതാണ് ചരിത്രം, ആരും വിസ്മരിക്കണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കോളേജിൽ 12 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പ്രയർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഏത് ദിവസം? ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള 12 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആരാധന, പ്രാർത്ഥന, പ്രസംഗം. 1/2 മണിക്കൂർ ആരാധന, 1/2 മണിക്കൂർ പ്രസംഗം. 2 സെഷൻ മാത്രം, 1/2 മണിക്കൂർ വെച്ച് ഇന്റർസെഷൻ. ഭയങ്കര മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അന്നേരം പാടിയൊരു പാട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ പാട്ട് നന്നായി ഇഷ്ടപ്പെടും. യാക്കോബ് ഇസ്രായേലായിടും എന്തുവാ യാക്കോബ് ഇസ്രായേൽ
One second. Sir, I am sorry. I'm in an online meeting. I'll call you back. Thank you. I'll call you back. And online meeting, I'm sorry. Can you hear me? Yeah. So, അപ്പൊ ഞാൻ ആലോചിച്ചു പോയി, ഈ യാക്കോബ് ഇസ്രായേൽ ആകും, ഇടയൻ രാജാവാകും. നമ്മുടെയൊക്കെ സ്ഥിതി മാറ്റിയ ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെയൊക്കെ തലവര മാറ്റിയ ദൈവത്തിന് നന്ദി പറയാം. പൈജാമയായിരുന്നു, അരിയില്ല, തുണിയില്ലാതെ. ഞാൻ എടുത്ത സമയത്ത് കർത്താവ് വന്നിരുന്നെങ്കിൽ വെള്ളം എടുത്തവരാരും പോകത്തില്ലായിരുന്നല്ലോ. എന്താ പറഞ്ഞേ? കാക്കി മാത്രം കിട്ടുന്ന സമയത്തെ കർത്താവ് അത് കഴിയാതെ കണ്ട് പോവോ? അത് എനിക്കിപ്പോഴും എന്റെ അമ്മയും പപ്പയൊക്കെ പറഞ്ഞു. എന്റെ അമ്മയുടെ അപ്പച്ചി, എന്റെ പപ്പയുടെ അമ്മ 108 വയസ്സ് വരെ ജീവിച്ചിരുന്നു, 109 വയസ്സ് വരെ. എന്റെ പപ്പ 107 വയസ്സ് വരെ ജീവിച്ചിരുന്നു. എന്റെ പപ്പയുടെ അമ്മയൊക്കെ എനിക്ക് നല്ല ഓർമ്മയും നല്ല പ്രായം അന്വേഷിച്ചാണ് എന്റെ പപ്പയുടെ അമ്മ മരിച്ച്. അപ്പൊ ആ പഴയ ചരിത്രമൊക്കെ എന്നോട് ഇരുന്ന കഥകൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 150 വർഷത്തിന് മുമ്പുള്ള ചരിത്രമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആർ യു ഗെറ്റിംഗ് മീ? അന്നൊക്കെ കേരളത്തിലെ ചൂടെന്ന് പറയുന്നത് 7 ദിവസം. അവർക്ക് എന്റെ പപ്പയുടെ അമ്മ പറഞ്ഞാൽ ഞങ്ങളൊക്കെ അന്ന് കൃഷിയാണ്, വയലിൽ കൃഷിക്ക് പോകും. അപ്പൊ വീട്ടിൽ അപ്പനും അമ്മയും, അവരുടെയൊക്കെ അപ്പനും അമ്മയും കൃഷിക്ക് പോകുമ്പോൾ നെല്ല് പുഴുങ്ങി വാരി വെയിലത്തിട്ടേക്കണമെന്ന് പറയും. വെയിലത്തിട്ട 7 ദിവസം ഉണങ്ങിയാൽ ഉണങ്ങത്തില്ല. 7 ദിവസം പുഴുങ്ങി നെല്ല് വെയിലത്തിട്ടാൽ എന്ത് ചെയ്യത്തില്ല? നെല്ല് ഉണങ്ങി കിട്ടത്തില്ല കുത്താൻ. അത്ര തണുപ്പ്, അത്ര ചൂടില്ലാത്ത കാലാവസ്ഥയായിരുന്നു. വെയിലുണ്ട്, ചൂടില്ല. ഇന്ന് സൂര്യന്റെ ചൂട് എത്ര? 7 മിനിറ്റ് കൊണ്ട് നെല്ലുണങ്ങി കിട്ടും. മകരം കുംഭമാസത്തിലെ വെയിലിന് കാലാവസ്ഥയൊക്കെ ഭയങ്കര വ്യതിയാനം. ഞാൻ പറഞ്ഞത് സാരം അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് ദളിതരും പഞ്ചമികളും ഒക്കെ കഷ്ടമായിരുന്നു. അത് നിങ്ങളെ ചിലപ്പം IPCയിൽ ഒരു പാസ്റ്റ് ബെഞ്ചോ മർഗീസിന്റെ അപ്പച്ചൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആനടിയിൽ എന്റെ സ്ഥലത്തിനടുത്ത് അദ്ദേഹം വന്നപ്പോ ഒരു വയലിൽ ഒരു ദളിതരെയും ഒരു കാളയും കൂടെ, പോത്തിനെയും കൂടെ ഒന്നിച്ചു വെച്ച്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്റെ നാട്ടിൽ നടന്ന സംഭവം. അപ്പൊ അങ്ങനെ സംവിധാനം ഉണ്ടായി. എങ്കിലും സാമ്പത്തികമായിട്ട് വലിയ മോശമൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞതിന് സാരം ഞാൻ തിരിച്ചു വരട്ടെ. അപ്പൊ ഇങ്ങനെ ബിസിനസ്സിന് ഇവരിവിടെ വന്നു. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നു, ബിസിനസ്സിന് വന്നു. അവർ ബിസിനസ് നടത്തി. എന്നിട്ട് അവർ രാഷ്ട്രീയ കാര്യങ്ങളിൽ താല്പര്യം കാണിച്ചു. അതുപോലെ തന്നെ അവർ പെതുക്കെ ഗോവ പിടിച്ചടക്കി. അത് അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുത്തു. അതുകൂടാതെ മതപരമായ താല്പര്യം അവർക്കുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, ആഫ്രിക്കയിലും ഏഷ്യയിലും തങ്ങളുടെ അധീനതകളും അധീനത്തിലേക്ക് കൊണ്ടുവരുന്ന രാജ്യങ്ങളിൽ സഭാകാര്യങ്ങളിലും മിഷന്റെ പ്രവർത്തനങ്ങളിൽ ചുമതലയേൽപ്പാൻ പോർച്ചുഗീസ് രാജാവ് ലിയോ 10 മാർപ്പാപ്പ 1514 നൽകിയ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പെട്രോഡ, ഇത് യൂറോപ്പിലും അത് ലാറ്റിൻ അമേരിക്കയിലും കൊണ്ടുവന്ന പദമാണ് പെട്രോഡ എന്ന് പറയുന്നത്. അതായത് ഈ അധികാരം പിടിച്ചെടുക്കുന്ന കോളനികളാക്കുന്ന സ്ഥലത്ത് അവർക്ക് മതപരമായ കാര്യങ്ങൾ നടത്തുവാനും ജനങ്ങളെ മതം മാറ്റുവാനും പോപ്പ് ലിയോ 10 നേതൃത്വത്തിൽ എന്ത് ചെയ്തു? അയാളുടെ കയ്യിൽ നിന്ന് അധികാരപത്രം കിട്ടി. ശൗലിന് അധികാരപത്രം കിട്ടിയതുപോലെ അത് സഭയിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കി. ഈ കാലഘട്ടത്തിൽ റോമൻ കത്തോലിക്കരുടെ മിഷനറി പ്രവർത്തനങ്ങൾ പ്രധാനമായി 2 തരത്തിലായിരുന്നു. പ്രധാനമായിട്ട് അവരും മിഷനറി പ്രവർത്തനം ആരംഭിച്ചു. അത് പറയുമ്പോൾ നിങ്ങൾ റിഫോർമേഷൻ വായിച്ചിട്ടുണ്ടോ? റിമോവേഷൻ പഠിച്ചായിരുന്നോ? സഭചരിത്രം പഠിച്ചില്ല? റിഫോർമേഷൻ എന്ന് കേട്ടു. നമ്മളൊന്നും എത്തിയില്ല, തുടങ്ങാനൊന്നും. ഞാൻ ചരിത്രം പറഞ്ഞങ്ങ് പോയി. മൂഡ് വ്യത്യസ്തമായിരുന്നു. റിഫോർമേഷൻ പഠിച്ചിട്ടുണ്ടോ? നവോത്ഥാനമല്ല, റിനേസൻസ് ആണ് നവോത്ഥാനം. നവീകരണം 1517 മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ സഭചരിത്രം പഠിച്ചില്ലെന്ന് പറഞ്ഞതോ? ഞാൻ ചോദിച്ച BTHനോ MDനോ MDHനോ PhDക്കോ നിങ്ങൾ സഭാചരിത്രം പഠിച്ചിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ. 1517 മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ വലിയ പ്രതിവിപ്ലവം ഉണ്ടായി. അതിനെയാണ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ അനുശാസിച്ചും പഠിപ്പിച്ചെന്ന പാരമ്പര്യമായി കൊണ്ടുവന്ന പല കാര്യങ്ങളും വേദവസ്തു വിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിച്ച ആളുകളായിരുന്നു. 13ാം നൂറ്റാണ്ടിൽ ജോൺ വൈക്ലിഫും പിന്നീട് ശിഷ്യൻ ജോൺ ഹുസും, ഏതാണ്ട് 16ാം നൂറ്റാണ്ടായപ്പോഴേക്കും മാർട്ടിൻ ലൂതറും അതുപോലുള്ള ആളുകൾ, ജോൺ കാൽവിൻ, സിംഗ്ലി, ഇതുപോലുള്ള ആളുകൾ രംഗത്തുവരികയും വലിയ നവീകരണ സഭയിൽ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ സഭയിലുണ്ടായി കത്തോലിക്ക സഭ നെടുകെ 2ആയി പിളർന്നു. അങ്ങനെ പിളർന്ന ഒരു കൂട്ടർ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളായി. അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളായി കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയിൽ ഒരു പ്രതിനവീകരണം നടത്തി. എന്താ നടത്തി? കൗണ്ടർ റിഫോർമേഷൻ.
വായിച്ചിട്ടുണ്ടോ? കൗണ്ടർ റിഫോർമേഷൻ. ആ കൗണ്ടർ റിഫോർമേഷൻ നടത്തിയതിന്റെ ഫലമായിട്ട് അവർ തീരുമാനിച്ചു, ഒരു കൗൺസിൽ ഓഫ് ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൗൺസിൽ കൂടി. വർഷങ്ങൾ അവർ ആ കൗൺസിൽ ഇരുന്നിട്ട് അവർ തീരുമാനിച്ചു 2-3 കാര്യങ്ങൾ ചെയ്യാൻ. അതിൽ ഒന്ന്, കത്തോലിക്ക സഭയിലെ ചില കാര്യങ്ങൾ തിരുത്താൻ അവർ തീരുമാനിച്ചു, ഒരു നവീകരണം നടത്താൻ തീരുമാനിച്ചു. അതുപോലെ മിഷണറിമാരെ അയക്കാൻ തീരുമാനിച്ചു. കത്തോലിക്ക സഭ ആദ്യമായിട്ട് മിഷണറിമാരെ അയക്കാൻ. എന്തിനു വേണ്ടി മിഷണറിമാരെ അയക്കാൻ? കത്തോലിക്ക സഭ വിട്ടുപോയ പ്രൊട്ടസ്റ്റന്റുകാരെ കത്തോലിക്ക സഭയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അവർ മിഷണറി മൂവ്മെന്റ് തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ട് ഇഗ്നേഷ്യസ് ലയോള, കേട്ടിട്ടുണ്ടോ? ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ, അതായത് ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭയിൽ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കി, ലൈക്ക് ഒരു മിഷൻ സൊസൈറ്റി ഉണ്ടാക്കി. അതിന്റെ പേരാണ് ജെസ്യൂട്ട് പ്രീസ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ജീസസ്. കേട്ടിട്ടുണ്ടാവും? ജെസ്യൂട്ട് പാതിരിമാരെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ജെസ്യൂട്ട് പാതിരിമാരെന്നുള്ള സൊസൈറ്റി ഉണ്ടാകുക, അത് ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് അതുണ്ടായത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ ജെസ്യൂട്ട് പ്രീസ്റ്റ്ഹുഡ് അല്ലെങ്കിൽ ജെസ്യൂട്ട് പാതിരിമാർ ഇന്ത്യയിലേക്ക് മിഷണറി അയക്കാൻ തീരുമാനിച്ചു. അവർ ഇന്ത്യയിലേക്ക് അയച്ച ആദ്യത്തെ മിഷണറി ആരാണ്? ആര്? ഫ്രാൻസിസ് സേവിയർ. ഇത്രയും മനസ്സിലായോ? അവർ ഇന്ത്യയിലേക്ക് അയച്ച മിഷണറി ആയിരുന്നു ആര്? ഫ്രാൻസിസ് സേവിയർ. ഇനി ഒരല്പം ഹിസ്റ്ററി ഞാൻ വായിച്ചു വിട്ടേക്കാം. അങ്ങനെ സഭാകാലകൾ വഴുത്തിലൂടെ ഈ കാലഘട്ടത്തിൽ റോമൻ കത്തോലിക്ക സഭക്കാരുടെ മിഷണറി പ്രവർത്തനങ്ങൾ പ്രധാനമായി 2 വിധത്തിലുള്ള ഉദ്ദേശത്തോടുകൂടെ. ഒന്നാമതായി പുറജാതികളെ ക്രിസ്തുമതത്തിൽ ചേർക്കുക. രണ്ടാമതായി റോമാ മതം വിട്ടുപോയ ക്രിസ്ത്യാനികളെ റോമാ മതത്തിലേക്ക് കൊണ്ടുവരിക. ഈ 2 കാര്യങ്ങളായിരുന്നു. അതായത് പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റുകാരെ. ആ കൂട്ടത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെയും കൊണ്ടുവരുവാൻ അവരൊരു ശ്രമം നടത്തി. ഫ്രാൻസിസ്കൻ സൊസൈറ്റി, ഡൊമിനിക്കൻ സൊസൈറ്റി, ജെസ്യൂട്ടുകൾ മുതലായ വ്യവസ്ഥകൾ സമൂഹത്തിൽപ്പെട്ട മിഷണറിമാരെ വൻതോതിൽ റോമൻ കത്തോലിക്കരുടെ ഇടയിൽ തന്നെ ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 1510 ബിജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചടക്കിയ പോർച്ചുഗീസുകാർ തുടർന്ന് ഏഷ്യയിലെ വ്യാപാര കേന്ദ്രങ്ങളുടെ നിയന്ത്രണം നൽകുന്നതിന് ഗോവ ഭരണകേന്ദ്രമാക്കി. ഇന്ത്യക്കാരും പോർച്ചുഗീസുകാരും തമ്മിൽ മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഗോവയിൽ ചെന്നാൽ അവിടെയുള്ള ചില ആളുകളുടെ ശരീരഘടന നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ല, നീളവും തടിയുള്ള ഇന്ത്യക്കാരുടെ ഒരു ശരീരഘടനയല്ല, അത് മിശ്ര വിഭാഗത്തിന്റെ ഫലമാണ്. ഓക്കെ. സ്ത്രീജനങ്ങളെ അധികമായി സ്നാപനം നടത്തിയും എണ്ണം വർദ്ധിപ്പിച്ച് ശക്തരാക്കുന്നതിന് ഗവർണറായിരുന്ന ആൽബുക്കർക്ക്, നേരത്തെ ഞാൻ പേര് പരാമർശിച്ചിരുന്നു, ശ്രമിച്ചിരുന്നു. അങ്ങനെ തങ്ങളുടെ അധീനതയിൽ വരുന്ന പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികളുടെ വളർച്ചയ്ക്ക് പോർച്ചുഗീസുകാർ ശ്രമിച്ചിരുന്നു. തങ്ങളുടെ യാത്രയിൽ കച്ചവടക്കാരെയും പടയാളികളെയും കൂടാതെ പുരോഹിതന്മാരും മിഷണന്മാരും ഉണ്ടായിരുന്നു എന്നുള്ളത് ക്രിസ്തീയ മതപ്രധാനത്തിൽ റോമൻ കത്തോലിക്കർക്ക് ഉണ്ടായിരുന്ന തീഷ്ണത വെളിപ്പെടുത്തുന്നു. അവർ പുരോഹിതന്മാരെ കൂടാതെ, ശ്രദ്ധിക്കൂ, ഈ പോർച്ചുഗീസുകാർ ഒരു സ്ഥലത്തോട്ട് യാത്ര ചെയ്താൽ അവർ പുരോഹിതന്മാരെ കൂടാതെ ഒരിടത്തേക്ക് യാത്ര ചെയ്തിരുന്നില്ല. പോർച്ചുഗീസ് കേന്ദ്രങ്ങളായ ഗോവ പോലുള്ള പട്ടണങ്ങളിൽ ക്ഷേത്രങ്ങളും മസ്ജിദുകളും നശിപ്പിക്കുകയും ക്രിസ്ത്യാനികൾ അല്ലാത്തവർക്ക് ജോലി നിഷേധിക്കപ്പെടുകയും ചെയ്തു. പലരെയും ക്രൈസ്തവ സമൂഹത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചു. പോർച്ചുഗീസുകാരിൽ നിന്ന് സംരക്ഷണം ലക്ഷ്യമാക്കി 1535-37 കാലയളവിൽ 2000-ഓളം വരുന്ന പരവ സമുദായസ്ഥർ കന്യാകുമാരിയിൽ സ്നാനപ്പെട്ടു. റോമൻ കത്തോലിക്ക മതത്തിൽ ചേർന്നു. ഞാൻ പറഞ്ഞല്ലോ, പരവ ഈ മീൻപിടുത്ത മുക്കുവ സമുദായത്തിൽ നിന്ന് ആളുകളെ ക്രിസ്ത്യാനികളാക്കി. 1542 വരെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്ന ഫ്രാൻസിസ്കൻ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ ഫ്രാൻസിസ് സേവിയറുടെ വരവോടുകൂടി ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. അങ്ങനെ 1506 മുതൽ 1552 വരെ ഗോവയിൽ നിന്നുകൊണ്ട്, നിങ്ങൾ ഇന്നും ഗോവയിലെ കത്തോലിക്ക പള്ളിയിൽ ചെല്ലാമെങ്കിൽ ആ പള്ളിക്കകത്ത് ഈ ഫ്രാൻസിസ് സേവിയറുടെ ഡെഡ് ബോഡി ഒരു ഗ്ലാസ് ഇട്ട ഒരു കോഫിനിൽ വെച്ചിരിക്കുന്ന നിങ്ങൾ കാണാം. വർഷത്തിൽ ഒരിക്കൽ അത് തുറക്കും. ഇന്നും അവർ പൂജിക്കുകയും, നിങ്ങൾക്കറിയാമല്ലോ, ഈ കത്തോലിക്കർ അവര് സെയിൻസ് എന്ന് പറയുന്ന ആളുകളോട് പ്രാർത്ഥിക്കുകയും അവരെ പൂജിക്കുകയും ചെയ്യുന്നൊരു തലമുണ്ട്. അങ്ങനെ ഈ സേവിയറുടെ ഡെഡ് ബോഡി അവർ വർഷത്തിൽ ഒരിക്കൽ തുറക്കാറുണ്ട്. ഞാൻ പോയി ആ ഗോവയിലെ ആ പള്ളിയും അതിനകത്ത് ഫ്രാൻസിസ് സേവിയറുടെ തുറന്നല്ല, കണ്ണാടി കൂട്ടിലിരിക്കുന്ന ഡെഡ് ബോഡിയും കാണുവാനിടയായത്. അപ്പം അതിനകത്ത് എനിക്കറിയാം. അതിനകത്ത് ഏറ്റവും വലിയ രസം, പള്ളിക്കകത്ത് തന്നെയാണ് മരിച്ചു പോകുന്ന ആളുകളെ കുഴിച്ചിട്ടിട്ട് അവർ സ്ലാബ് ഇട്ട് മൂടുന്നത്. അങ്ങനെ പള്ളിക്കകത്ത് തന്നെ അനേക സ്ലാബുകൾ കാണാം. രസകരമായ ഒരു കാഴ്ചയാണ്. നോക്കാം, ലീവ് ഇറ്റ് അസൈഡ്. ഈ ഡെഡ് ബോഡിയും പള്ളിക്കകത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. ജെസ്യൂട്ട് സമൂഹ സ്ഥാപകനായ
ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം പ്രവർത്തിച്ച ഉത്കൃഷ്ട വംശജനായ ഫ്രാൻസിസ് സേവിയർ 1542 ഇന്ത്യയിലെത്തി. തന്റെ ആകെയുള്ള 10 വർഷങ്ങളിലെ മിഷനറി പ്രവർത്തനങ്ങളിൽ 4.5 വർഷം മാത്രമേ ഇന്ത്യയിൽ പ്രവർത്തിച്ചുള്ളൂ എങ്കിലും അനേകായിരം പുറജാതികളെ ക്രിസ്തുമതത്തിൽ ചേർത്തു. ഇന്ത്യയിൽ തന്റെ പ്രധാനമായ പ്രവർത്തന കേന്ദ്രം കൊല്ലം മുതൽ കന്യാകുമാരി വരെയായിരുന്നു. അയാൾ ഗോവയിലാണ് വന്നതെങ്കിലും കൊല്ലം മുതൽ കന്യാകുമാരി വരെയായിരുന്നു അയാളുടെ പ്രവർത്തന കേന്ദ്രം. കന്യാകുമാരി മുതൽ രാമനാട് വരെ കിടക്കുന്ന കടൽ തീരത്തെ പരമ സമുദായക്കാരെയും മുക്കുവന്റെ ഇടയിലായിരുന്നു അയാളുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്നത്. തിരുവിതാംകൂറിൽ വെച്ച് തന്റെ 1 മാസത്തെ പ്രവർത്തന ഫലമായി 10,000 ആളുകളെ ക്രിസ്തുമതത്തിൽ ചേർത്തതായി തന്റെ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. രോഗികളെയും ജയിൽ പുള്ളികളെയും സന്ദർശിക്കുകയും കുട്ടികളെ കൂട്ടിവരുത്തി പഠിപ്പിക്കുകയും ചെയ്യുന്നത് തന്റെ പതിവായിരുന്നു. തെരുവിലൂടെ മണിയടിച്ചുകൊണ്ട് വിശുദ്ധ പഠനത്തിനായി കുട്ടികളെയും അടിമകളെയും അയക്കുന്നതിനായി താൻ ആഹ്വാനിച്ചത്. അന്ന് ഈ ദളിതർക്കും അടിമകൾക്കും ഈ പ്രത്യേകിച്ച് ബ്രാഹ്മണർ പോകുന്ന വഴിയിൽ ദളിതൻ മാറിപ്പോകണം. പറയ സമുദായത്തിൽപ്പെട്ടവർ അയിത്തവും തൊട്ടുകൂടായ്മയും നീണ്ടുനിന്നൊരു കാലമാണ്. ഈഴവ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാൻ കഴിയാതിരുന്നൊരു കാലമാണ്. പക്ഷേ ക്രിസ്തുമതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ആ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാവും. നിങ്ങൾ ചാന്നാർ ലഹള എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് പുസ്തകം മേടിക്കാൻ കിട്ടും. അതായത് സൗത്ത് കേരള ഡയോസിസ് CSA സൗത്ത് കേരള ഡയോസിസിന്റെ ബിഷപ്പായിരുന്ന ഗ്ലാഡ്സ്റ്റൺ തിരുമേനി അദ്ദേഹമാണ് എഴുതിയെന്ന് തോന്നുന്നു. ചാന്നാർ ലഹള എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. തിരുവനന്തപുരത്ത് ഏതെങ്കിലും ലൈബ്രറിയിൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലോ പബ്ലിക് ലൈബ്രറിയിലോ ചെന്നാൽ ചാന്നാർ ലഹളയുടെ പുസ്തകം ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടും വായിക്കാൻ എന്ന എന്റെ ചിന്ത. ഞാൻ ആ പുസ്തകം കണ്ടിട്ടുണ്ടോ, ഫുള്ള് വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, ആ ചാന്നാർ ലഹള എന്നൊക്കെ പറയുന്നതിന്റെ ഇതിന്റെ ഒരു ഫലമാണ്. ചുരുക്കത്തിൽ അന്ന് ഇത് തിരുവിതാംകൂർ രാജഭരണത്തിന്റെ കീഴിലാണ്. കന്യാകുമാരി വരെ തിരുവിതാംകൂർ രാജഭരണമായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം 1956 സ്റ്റേറ്റ് റീയൂണിഫിക്കേഷനിലാണ് കന്യാകുമാരി കേരളത്തിന് നഷ്ടമായി പാലക്കാടും ഒക്കെ നമ്മളിലേക്ക് വരുന്നത്. ഓക്കെ, ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അപ്പം തെരുവിലൂടെ മണിയടിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് പറയും, അതായത് ഇന്ന് ചെണ്ട കെട്ടിയോ അല്ലെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നവർ പറയും, നിങ്ങൾ വിശുദ്ധ പഠനത്തിനായി കുട്ടികളെ അയക്കാൻ. അടിമകളും ദളിതരും അങ്ങനെ കുട്ടികളെ അയച്ചു. താൻ പ്രാദേശിക ഭാഷകൾ ഒന്നും തന്നെ പഠിക്കുന്നതിന് മെനക്കെടാതെ കർത്തൃ പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, 10 കൽപ്പന, ഇതര പ്രാർത്ഥനകൾ മാത്രം പഠിപ്പിച്ചു. ഇതാണ് പിള്ളേരെ ആദ്യം പഠിപ്പിച്ചത്. 10 കൽപ്പന പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങൾ 10 കൽപ്പന പഠിപ്പിച്ചു. അതുപോലെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു, വിശ്വാസ പ്രമാണം പഠിപ്പിച്ചു. സഭാജനങ്ങൾ പതിവായി ആരാധനയിൽ സംബന്ധിക്കണമെന്ന് അവരെ പ്രേരിപ്പിച്ചു. എന്നാൽ ഒരു സ്ഥലത്ത് തന്നെ അധിക നാൾ താമസിച്ചിരുന്നില്ല. ചുരുങ്ങിയ സമയത്തെ പ്രവർത്തനങ്ങൾ മാത്രമേ ഒരു സ്ഥലത്തും നിർവഹിച്ചുള്ളൂ. ഇങ്ങനെ ഫ്രാൻസിസ് സേവിയർ ഉപയോഗിച്ച മിഷനറി പ്രവർത്തന രീതി ഒട്ടും കാര്യക്ഷമമായതല്ല എന്ന് മനസ്സിലാക്കി. എന്നാലും എത്രയും കൂടുതൽ പേരുടെ മേൽ മാമോദിസ വെള്ളം തണിക്കണമെന്ന് ആഗ്രഹിച്ചല്ലാതെ ക്രിസ്തീയ അഭ്യാസനം, വളർച്ച എന്നിവയെ ഗൗരവമായി കാണാതിരിക്കുന്ന മൂലം താൽക്കാലിക ഫലമല്ലാതെ നിലനിൽക്കുന്ന ഫലം ഉളവായില്ല എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. ആംഗ്യം കാണിച്ചും ദ്വിഭാഷ മൂലവും പ്രസംഗിക്കുന്നതിനുമല്ലാതെ ശ്രമിച്ചതല്ലാതെ ജനങ്ങളുടെ ഭാഷ പഠിക്കുന്നതിനോ ആചാര മര്യാദകൾ മനസ്സിലാക്കുന്നതിനോ ശ്രമിച്ചിരുന്നില്ല. പലപ്പോഴും രാജകീയ അധികാരവും സഹായം കൊണ്ടാണ് താൽക്കാലികമായെങ്കിലും വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. തന്റെ മിഷന്റെ പ്രവർത്തന രീതി വളരെ വിമർശിക്കപ്പെട്ടെങ്കിലും അന്നത്തെ ചുറ്റുപാടിൽ ഇതിനേക്കാൾ അപ്പുറം സാധിക്കില്ലായിരുന്നിരിക്കാം. തന്റെ പാവപ്പെട്ടവരുള്ള കരുതല്, കുട്ടികളെ അഭ്യസിപ്പിക്കുന്നുള്ള താല്പര്യം. അതുകൊണ്ടാണ് ഈ നമ്മൾ സ്കൂൾ എന്നുള്ളതിന് പള്ളിക്കൂടം എന്ന് പേര് വന്നത്. എന്താണ്, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. എന്താ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അടുത്ത് കൂടുക, പള്ളിയോട് ചേർന്ന് കൂടുക. അങ്ങനെ ആ പള്ളിക്കൂടം എന്ന് സ്കൂളിന് പേര് വന്ന്. പള്ളിയോട് ചേർന്നുള്ള പഠനശാലകൾ എന്നുവെച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് കേരളത്തിലെ സാധുക്കളുടെ ഇപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ വലിയ പൊങ്ങച്ചം പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണെന്ന്. ആ മനുഷ്യൻ പോലും ചൊവ്വേനേരം വിദ്യാഭ്യാസം ചെയ്തതും അയാളുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള പഴയ തലമുറപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം കിട്ടിയതും ഇവിടുത്തെ ക്രിസ്ത്യ മിഷന്മാരുടെ പ്രവർത്തനമാണെന്ന് വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പൊ വലിയ ജാട കാണിക്കുന്നത്. മര്യാദയ്ക്ക് 4 വാക്ക് പറയാൻ കഴിയാതെ ഇവിടുത്തെ വരേണ്യവർഗം അധസ്ഥിതരാക്കി. പ്രത്യേകിച്ച് ശൂദ്രന്മാരായിരുന്നു. അതായത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ 4 കാരാണ് ഇന്ത്യൻ ഹിന്ദു കാസ്റ്റിലുള്ളത്. അതിൽ തന്നെ 4ാമത്തെ തലത്തിൽപ്പെട്ടവനാണ് ശൂദ്രാസ്. ശൂദ്രാസ് തന്നെ 2 ഉണ്ട്, അസത് ശൂദ്രാസും സത് ശൂദ്രാസും ഉണ്ട്. നായന്മാര് സത് ശൂദ്രാസാണ്. അതുകൊണ്ട് നായന്മാരുടെ കുടുംബത്തിൽ നിന്ന് ബ്രാഹ്മണർക്ക് വേളി കഴിക്കാമായിരുന്നു. കല്യാണം നടക്കത്തില്ല, വെപ്പാട്ടികളെ പോലെ, അത്തരത്തിൽ രീതിയുണ്ട്. എന്നാൽ അസത് ശൂദ്രാസിൽപ്പെട്ട ഈഴവർക്ക്, സ്ത്രീകൾക്ക് മാറുമറിക്കാൻ പറ്റത്തില്ലായിരുന്നു. അവർ ദാസ്യവേല ചെയ്യുന്നവരായിരുന്നു.
ഈ വരാന്യവർഗത്തിന്റെ വീട്ടിൽ വിടുപണി ചെയ്യുന്നവരായിരുന്നു. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് ഈ സംസ്കാരം മാറി വിദ്യാഭ്യാസം കൊണ്ട് മുന്നണി വന്നിട്ട് ഇപ്പോൾ കൊഞ്ഞണം കുത്തുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമാണ്. പാവപ്പെട്ടവരുടെ കരുതലും കുട്ടികളെ അഭ്യസിക്കുന്ന താല്പര്യവും അപ്പോസ്തലിക കാലത്തുണ്ടായിരുന്ന പോലുള്ള തീഷ്ണതയും ത്യാഗവും രോഗികളെയും തടവിലുള്ളവരെയും സമീപനവും എല്ലാം വളരെ ആദരണീയമായത് തന്നെയാണ്. റോമാ സഭയിലെ പൗരസ്ത്യ മിഷന്മാർ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഇദ്ദേഹത്തിന് പൗരസ്ത്യ ദ്വീപുകളുടെ അപ്പോസ്തലൻ എന്ന പേര് കൊടുത്തിട്ടുണ്ട്. അതായത് പൗരസ്ത്യ ദേശം, അതായത് വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഇവിടെ വന്ന് സുവിശേഷ പ്രവർത്തനം നടത്തിക്കൊണ്ട് പൗരസ്ത്യ ദ്വീപുകളുടെ അപ്പോസ്തലൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. തൽക്കാലം ഇങ്ങനെ നിർത്താം എന്ന് വിചാരിക്കുന്നു. എനിക്ക് നാളെ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എനിക്കിനി ഇത്തിരി ക്ഷീണിക്കാൻ വയ്യ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉദയംപേരൂർ സുന്നകദോസു കൂനംകുരിശ് സത്യവും, ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങൾ ആ കൂട്ടത്തിൽ പറയാം. ഉദയംപേരൂർ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് അറിയാമോ? എറണാകുളത്തിനടുത്തുള്ള, കേട്ടിട്ടുണ്ടോ? ഉദയംപേരൂർ പള്ളി കേട്ടിട്ടുണ്ട് സാർ. കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോ ഉദയംപേരൂർ എന്ന് പറഞ്ഞ സ്ഥലം അറിയാമോ? അറിയാം. ഓക്കെ. അപ്പൊ ഉദയംപേരൂർ സുന്നകദോസു കൂനംകുരിശ് സത്യം, ഈ കാര്യങ്ങൾ നമുക്ക് ആടാണ് ഇനി അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കും. നമ്മൾ ഒട്ടും നീങ്ങിയില്ല, കട്ടിച്ചൊരു എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ ഒരു പേജ് 1.5 പേജേ പോയുള്ളൂ. കാരണം ഞാൻ ഒത്തിരി വിശാലമായ കുറെ ചരിത്രം പറഞ്ഞു. നിങ്ങൾക്കത് ക്ലൗഡിൽ ഉണ്ടാകും. ഓക്കെ. അടുത്തൊരു ക്ലാസ് ഞാൻ അടുത്ത ആഴ്ച പോലെ എനിക്ക് തോന്നുന്നു മോസസ് സാറാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ബട്ട് ഇൻ ബിറ്റ്വീൻ ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് ഞാൻ വീണ്ടും വരും. അതിനുശേഷം ഇത് കണ്ടിന്യൂസ് എടുത്ത് തീർക്കും. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ? ക്വിക്ക്, ഫാസ്റ്റ്. എനി ക്വസ്റ്റ്യൻ? ഒന്നുമില്ല. എന്നാ പിന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാമോ? അനുഗ്രഹിക്കണമേ. ഓരോ ദിവസം പഠനം ഞങ്ങൾക്ക് അനുഗ്രഹമായി പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യപ്പെടുകയും അതുപോലെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. അനേക കാര്യങ്ങളിൽ നേരുവാനും പല കാര്യങ്ങളും സംസാരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവം സഹായിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി തീരുവാനും അനേകം പേരെ കാലങ്ങളിൽ പഠിപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. എല്ലാ വിഷയങ്ങളുടെ പേരും സഹായിക്കണം. അവസരം ഈ മീഡിയ കൂടെ ലഭിച്ചതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയോജനമായി തീരുമാനിക്കാതെ അനേക കാര്യങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ എതിരായ ജീവിക്കാൻ സഹായിക്കുന്നതായി പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഓരോ സഹപാഠികൾക്കായും പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കണമേ. പഠിക്കുവാൻ ദൈവം സഹായിക്കാം. രോഗങ്ങൾക്ക് കാലം ഈശ്വര നാമത്തിൽ സൗഖ്യം കൊടുത്തവരെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നു. അവന്റെ പുത്രന്റെ പ്രശ്നത്തിൽ സാറിനായി പ്രാർത്ഥിക്കുന്നതാണ്. പഠിപ്പിക്കാൻ പോകുന്ന എല്ലാ പേരുടെ കഥാ സാന്നിധ്യവും വിജ്ഞാനം യേശു